ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. അപ്പോസ്തലപ്രവൃത്തി 4 അധ്യായം നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ 32 തുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സഭായുഗത്തിന്റെ ദി ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, ദേ ഹാവ് കം ടുഗദർ വിത്ത് വൺ അക്കോർഡ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വൺ അക്കോർഡോട് കൂടി ഒന്നിച്ചു ചേരാത്ത ഒരു സഭയിലും കർത്താവിന്റെ ഒരു പർപ്പസ് മീറ്റ് ചെയ്തിട്ടില്ല. അതിൽ 32 തുടങ്ങി വായിക്കുമ്പോൾ ആ സമൂഹം ഒരേ ഹൃദയം ഒരേ ആത്മാവുമായി വ്യാപരിച്ചു. തങ്ങളുടെ സ്വത്തുക്കൾ തങ്ങളുടേത് മാത്രമാണെന്ന് ആരും അവകാശപ്പെട്ടില്ല. അവർക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ കൂടുതൽ ശക്തിയോടെ കർത്താവായ യേശുവിന്റെ ഉയർപ്പിന് സാക്ഷി നൽകി. അവർ എല്ലാവരുടെയും മേൽ സമൃദ്ധമായ കൃപയുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദരിദ്രരായി ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവ വിറ്റ് കിട്ടിയ പണം അത്രയും അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ അർപ്പിച്ചു. ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അത് വിതരണം ചെയ്യപ്പെട്ടു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിലെ ക്രിസ്ത്യാനിറ്റിയുടെ യൂണീക്ക്നെസ് ആണ്. അതിനകത്ത് നമുക്ക് 100% പ്രാക്ടിക്കലി ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതിൻ്റെ 32-ാം സെന്റൻസിൽ തങ്ങളുടെ സ്വത്തുക്കൾ തങ്ങളുടേത് മാത്രമാണെന്ന് ആരും അവകാശപ്പെട്ടില്ല. ഇതൊന്നും ഫസ്റ്റ് സെഞ്ചുറിയിൽ അവസാനിച്ചു പോയ ടീച്ചിങ് ഒന്നുമല്ല. ഇത് ഈക്വലി റിലവൻ്റ് ആൻഡ് ഈക്വലി അക്സെപ്റ്റബിൾ ആയിരിക്കേണ്ടതാണ് ഓരോരുത്തർക്കും. കാരണം നമുക്ക് ഓരോരുത്തർക്കും പല പൊസഷൻസും ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മുടേതെന്ന് മാത്രം കരുതുന്നവരിൽ ഒരു ഡേ ഓഫ് പെന്തിക്കോസ്റ്റിന്റെ ഒരു ഇഫക്റ്റും വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർ തങ്ങളുടേത് മാത്രമെന്ന് ആരും എണ്ണിയിരുന്നില്ല. അത് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ടീച്ചിങ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവനവൻ്റെത് അവനവൻ്റെ സ്വന്തം എന്ന് എണ്ണുന്നവർക്ക് ഒരിക്കലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. ഈ 1 Corinthians 4 അധ്യായത്തിൽ അറിയാവുന്ന സ്ഥലങ്ങളാണ് സ്റ്റിൽ. കാരണം ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടോട്ടലി അൺസെൽഫിഷ് ഫെയ്ത്ത് ആണ്. അൺസെൽഫിഷ് ലൈഫിന്റെ ടോട്ടലി അൺസെൽഫിഷാണ്. കർത്താവ് മാതൃക. കർത്താവിന് വേണ്ടി ജീവിക്കാനല്ല ലോകത്തിലേക്ക് വന്നത്. 4-ന്റെ 7-ാം സെന്റൻസിൽ ആരെങ്കിലും നിന്നിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നൽകപ്പെട്ടിട്ടുള്ളതല്ലാതെ നിനക്ക് എന്തുണ്ട്? ഇത് നൽകപ്പെട്ടതാണ് എങ്കിൽ അങ്ങനെ അല്ല എന്ന മട്ടിൽ നീ അഭിമാനിക്കുന്നത് എന്തിന്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് ഹൃദയത്തിലൊരു യാഥാർത്ഥ്യമായില്ലെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. ഇത് 1-ാം നൂറ്റാണ്ടിൽ അവസാനിച്ചു പോയ ഒരു ക്രിസ്ത്യൻ ടീച്ചിങ് അല്ല. അങ്ങനെ പലപ്പോഴും പഠിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിൽ ഒരു കുറച്ചു കാലത്തേക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. ഇത് ആ ഏർലി ചർച്ചിലെ അല്ലെങ്കിൽ ഡേ ഓഫ് പെന്തിക്കോസ്റ്റിനോട് തുടർന്നുണ്ടായ ക്രിസ്ത്യ ജീവിതത്തിന്റെ നിഴൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പലതും ദൈവം തന്നിട്ടുണ്ടാവും. എന്നാൽ ഇതെല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും ഉപയോഗത്തിന് വേണ്ടി ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള ഒരു ഹൃദയാവസ്ഥ നമുക്കില്ലെങ്കിൽ ടോട്ടലി ഔട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മൾ ഈ അന്ത്യദിനത്തിൽ കർത്താവിനാൽ റിജക്റ്റഡ് ആവും. നമ്മൾ വായിക്കുന്നുണ്ട് സഭാപ്രസംഗിയില്, ദി ഫ്രൂട്ട് ഓഫ് ദി എർത്ത് ഈസ് ഫോർ ഓൾ, എവരിബഡി, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ജോസഫിനെ ഈജിപ്തിലേക്ക് ദൈവം അയച്ചു, മുന്നമേ അയച്ചു. ആ ഈജിപ്തിൽ ചെന്നിട്ട് ജോസഫ് പിന്നീട് പറയുന്നത്, യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠാനുജന്മാരെല്ലാം പേടിച്ചു ജോസഫ് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുമെന്ന്. ഉൽപ്പത്തി 50-ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 19 തുടങ്ങി വായിക്കും. 11 വായിക്കും. ഉൽപ്പത്തി 50:50 തുടങ്ങി വായിക്കുമ്പോൾ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ എന്താ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എന്നോട് തിന്മ പ്രവർത്തിക്കാൻ ശ്രമിച്ചു, എന്നാൽ ദൈവം അതിനെ ഇന്ന് കാണും പോലെ അനേക ജനങ്ങളുടെ ജീവൻ നിലനിർത്തുക എന്ന നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പൊ ജോസഫിനെ സംബന്ധിച്ച് നമുക്കറിയാം, ജോസഫിന്റെ സഹോദരന്മാരെ പിടിച്ച് ജോസഫിനെ കിണറ്റിലിട്ടു, ജോസഫിനോട് എല്ലാ ഉപദ്രവങ്ങളും ചെയ്തു. പക്ഷെ ജോസഫ് അതിനെ കാണുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ എന്താ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എന്നോട് തിന്മ പ്രവർത്തിക്കാൻ ശ്രമിച്ചു, എന്നാൽ ദൈവം
അതിനെ ഇന്ന് കാണും പോലെ അനേക ജനങ്ങളുടെ ജീവൻ നിലനിർത്തുക എന്ന നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തി. കാരണം ജോസഫ് മുന്നമേ ഈജിപ്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇസ്രായേലും ആ കുടുംബം മുഴുവൻ നശിച്ചു പോയേനെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവിടെ ജോസഫ് ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററായി. അത് കഴിഞ്ഞപ്പോൾ സഹോദരന്മാരെ മറക്കുകയല്ല ചെയ്ത്. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്കുള്ളത് നമ്മുടെ സ്വന്തം എന്ന് എണ്ണുന്ന ഇത് ഹൃദയാവസ്ഥ ആർക്കും അറിയാൻ പറ്റത്തില്ല. ഹൃദയത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ ഇത്ര നേടി, ഇത്ര സമ്പാദിച്ചു, ഇത്ര എനിക്ക് പൊസഷൻ ആയിട്ടുണ്ട്, ഇപ്പൊ ഇത്ര വെൽത്ത് ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കാണും. നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഈവൻ ഈ മാതൃക ഉപവാസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഐസയ 58 അറിയാം, നമ്മൾ ചിന്തിക്കാറുള്ളതാണ്. സ്റ്റിൽ പലതവണ ചിന്തിക്കുമ്പോഴേ ഓർമ്മ നിൽക്കൂ. ഐസയ 58 നമ്മളെല്ലാവരും ഉപവസിക്കുന്നവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുമാണ്. അപ്പൊ അവിടെ ഐസയ 58 ഒരു ചാപ്റ്റർ മുഴുവൻ ഉപവാസത്തെ കുറിച്ചാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് ഉപവാസം എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഉപവാസത്തിന്റെ ക്വാളിറ്റി എഴുതിയിരിക്കുന്നിടത്ത് അതിന് മുഴുവൻ വായിക്കണ്ട, അതിന്റെ 6 തുടങ്ങി വായിക്കുമ്പോ അനീതിയുടെ ബന്ധനങ്ങൾക്ക് അയവ് വരുത്തുക, സുഖത്തിന്റെ കയറുകൾ അഴിക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കി വിടുക, സർവ്വനുഖങ്ങളും ഒടിക്കുക. ഇതല്ലേ എനിക്ക് പ്രീതികരമായ ഉപവാസം. വിശക്കുന്നവരുമായി നിന്റെ അപ്പം പങ്കുവെക്കാനും കിടപ്പാടമില്ലാത്ത ദരിദ്രനെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും നഗ്നനെ കണ്ടുമുട്ടുമ്പോൾ അയാളെ ഉടുപ്പിക്കാനും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാനും അല്ലേ ഉപവാസം. അപ്പോൾ നിന്റെ വെളിച്ചം പുലരി പോലെ പൊട്ടിവിടരും, നിന്റെ മുറിവ് വേഗത്തിൽ സൗഖ്യമാകും, നിന്റെ നീതി നിന്റെ മുമ്പേ നീങ്ങും. കർത്താവിന്റെ മഹത്വം നിന്റെ കാവൽക്കാരനായിരിക്കും. അപ്പോൾ നീ വിളിക്കും, കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അവൻ അരുൾ ചെയ്യും. അപ്പൊ ഇതില് നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഒരു വൺ ഓഫ് ദി ബ്ലെസ്സിങ്സ് ഉപവസിച്ച് ദൈവത്തിന് പ്രീതികരമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബ്ലെസ്സിങ് പറഞ്ഞേക്കുന്നത്, അതിനകത്ത് ഒരു കണ്ടീഷൻ നമ്മളിപ്പോ ചിന്തിച്ചതുമായിട്ടുള്ള ബന്ധത്തില് അവർക്കുള്ളത് സ്വന്തം എന്ന് ആരും എണ്ണിയില്ല. അല്ലെങ്കിൽ അവര് കിടപ്പേടമില്ലാത്ത ദരിദ്രനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ കിടപ്പേടമില്ലാത്ത ദരിദ്രനെ കിടപ്പേടം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പരിശ്രമിച്ചു. നഗ്നനെ കണ്ടുമുട്ടുമ്പോൾ അയാളെ ഉടുപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. ദെൻ സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാനുമല്ലേ. നോക്ക്, ജോസഫിന് വേണമെങ്കിൽ സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷെ ജോസഫിന് സാമ്പത്തിക ഉയർച്ച വന്നപ്പോൾ തൻ്റെ ഇല്ലാത്ത ബന്ധക്കാരെ കുറിച്ച് ജോസഫ് കൺസേൺഡ് ആയിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചും നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് മോശമായിട്ടുള്ള ബന്ധക്കാരെ അവരുടെ നേരെ കണ്ണടയ്ക്കുന്നെങ്കിൽ എന്നിട്ട് 21 ദിവസം ഉപവസിച്ചു 40 ദിവസം ഉപവസിച്ചു, ഇറ്റ്സ് നോ യൂസ്, വേസ്റ്റേജ് ഓഫ് ടൈമാണ്. അപ്പൊ ഇതിന്റെ അനുഗ്രഹത്തിന്റെ ലിസ്റ്റിൽ എഴുതിയേക്കുന്ന ഒന്ന്, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കാനും അല്ല ഉപവാസം. അപ്പോൾ നിന്റെ വെളിച്ചം പുലരി പോലെ പൊട്ടിവിടരും, നിന്റെ മുറിവ് വേഗത്തിൽ സൗഖ്യമാകും. മുറിവ് എന്ന് പറഞ്ഞേക്കുന്ന ഈ ലിറ്ററലി ഒരു മുറിവും സ്റ്റിച്ചും അല്ല, ശരീരത്തിന്റെ രോഗമാണ്. അപ്പൊ പല രോഗങ്ങൾക്കും സൗഖ്യം കിട്ടാത്തതിന്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ സമ്പത്ത് നമ്മുടേത് എന്ന് എണ്ണുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ദരിദ്രരായ ബന്ധക്കാരുടെ നേരെ കണ്ണടയ്ക്കുന്നതുകൊണ്ടായിരിക്കും പല രോഗങ്ങളും സുഖമാകാതിരിക്കുന്നത്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി റൂട്ട്സ് ഉണ്ട്, വേരുകളുള്ള ഒരു ലൈഫാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ ദൈവം കണ്ണു തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ആഴങ്ങൾ അല്ലെങ്കിൽ ഈ വേര് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്, അപ്പൊ സ്വന്തക്കാരിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ വായിക്കുന്നുണ്ട് ഒരു റിച്ച് യങ് ഫൂളിനെ കുറിച്ച്. അവന് സമ്പത്ത് വർദ്ധിച്ചപ്പോ പെട്ടെന്ന് എന്താ ചെയ്തേ, 10 ആയപ്പരെയൊക്കെ പൊളിച്ചു പണിതു. ഇത് അവന് വേണ്ടി തന്നെയുള്ളതാണെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം ചോദിച്ചു, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാല് ഈ പൊളിച്ചു പണിത 10 ആയപ്പരെയൊക്കെ ആരുടേതായിരിക്കും. സെയിം വേ നമുക്ക് സമ്പത്ത് വർദ്ധിച്ചാൽ അത് നമുക്ക് വേണ്ടി മാത്രമാണെന്ന് ഉപയോഗിച്ചാൽ ഈ പല മുറിവുകളും വേഗത്തിൽ കരിയില്ല. മീൻസ് രോഗങ്ങൾ, ക്രോണിക് ഡിസീസ്, നമ്മളെ കീഴടക്കുന്ന രോഗങ്ങൾക്ക് നമ്മൾ ഇരകളായി തീരും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ലെറ്റസ് കം ബാക്ക് ടു ആക്ട്സ് 4:32 വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്ക്, ഒരു മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ വിശാല ഹൃദയനായിരിക്കും. ഈ Proverbs 11:25 വായിക്കുമ്പോൾ പാവം വായിക്കാം. ഉദാരനായ മനുഷ്യൻ സമ്പന്നനാകുന്നു, വെള്ളം ഒഴിക്കുന്നവന് വെള്ളം കിട്ടും. അതെ,
24 വായിക്കുമ്പോ, ഒരുവൻ ലോഭമില്ലാതെ കൊടുക്കുന്നു, എന്നിട്ടും കൂടുതൽ ധനികനാകുന്നു. മറ്റൊരാളോ കൊടുക്കേണ്ടതും പിടിച്ചു വയ്ക്കുന്നു, എന്നിട്ടും ഇല്ലായ്മ തന്നെ. അപ്പൊ നോക്ക്, ഇതൊക്കെ മാനസാന്തരമായിട്ടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. ഒരുവൻ ലോഭമില്ലാതെ കൊടുക്കുന്നു, എന്നിട്ടും കൂടുതൽ ധനികനാകുന്നു. മറ്റൊരാളോ കൊടുക്കേണ്ടതും പിടിച്ചു വെക്കുന്നു, എന്നിട്ടും ഇല്ലായ്മ തന്നെ. ഇതിൽ പറഞ്ഞേക്കാണ്, ഉദാരനായ മനുഷ്യൻ സമ്പന്നനാകുന്നു, വെള്ളം ഒഴിക്കുന്നവന് വെള്ളം കിട്ടും. വെള്ളം ഒഴിക്കുന്ന, അത് ഈ ചെടികളെ നനയ്ക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു വേർഡ്. അപ്പം നമുക്കറിയാം, വേനൽക്കാലത്ത് ചെടികൾ ഇങ്ങനെ വാടി തളർന്നു നിൽക്കും. വെള്ളം കൊടുത്താൽ നേരം എടുക്കുമ്പോൾ എങ്ങനെ നിൽക്കും? നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കും. അപ്പം നമ്മളീ പലരും, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ വാടി തളർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ വെള്ളം ഒഴിച്ചാലേ നമുക്ക് വെള്ളം ഒഴിച്ച് കിട്ടുള്ളൂ. ദാറ്റ്സ് വാട്ട് ഈസ് റിട്ടൺ. വെള്ളം ഒഴിക്കുന്നവന് വെള്ളം കിട്ടും. വെള്ളം ഒഴിക്കുന്ന എപ്പോഴാണ്? നമ്മൾ മഴക്കാലത്ത് ആരും ചെടികൾക്ക് വെള്ളം ഒഴിക്കാറില്ല, ഉണ്ടോ? അപ്പൊ എവിടെയെങ്കിലും വാടി തളർന്ന് നിൽക്കുന്ന കാണുമ്പോഴേ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും തളർച്ച കാണുമ്പോൾ നമ്മളവിടെ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തളർച്ചയിൽ ദൈവം വെള്ളം ഒഴിക്കും, ഇല്ല നമ്മൾ വാടിക്കരിയാൻ ഇടയായിത്തീരും. നമ്മൾ വേറൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട്, പ്രൊവേഴ്സ് 23:13 21:13 23 അല്ല, ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവൻ സ്വയം നിലവിളിക്കും, ആരും അത് കേൾക്കയില്ല. അതായത് ദരിദ്രന്റെ നിലവിളിക്ക്, അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യന്, അവന് അതിന്റെ നിലവിളിക്ക് ചെവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അതിൻ്റെ നേരെ കണ്ണടച്ചാല് ഒരു കാര്യം ഉറപ്പ്, നമ്മളും നിലവിളിക്കാൻ ദൈവം ഇടയാക്കും. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു ടോട്ടലി റെസ്പോൺസിബിൾ ലൈഫാണ്. ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളവർക്ക് ഇത് ഓടിച്ചെത്തിക്കാൻ പറ്റത്തില്ല, ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകും. സോ ലെറ്റ് us come back to Acts 4 വരുമ്പോൾ, അപ്പോൾ തങ്ങളുടെ സ്വന്തം എന്ന് ആരും അത് പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബാബു, വെളിയായിട്ട് ചോദിക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം, അങ്ങനെ ചിന്തിച്ചാൽ കർത്താവിനെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്കുള്ള ഒന്നും നമ്മുടെ ഹൃദയത്തിൽ കയറരുത്. നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഭൗതിക സമ്പത്ത് വർദ്ധിച്ചാൽ മനുഷ്യൻ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ ഒരു റീസൺ, ഈ സമ്പത്ത് വർദ്ധിച്ചാൽ, നമ്മൾ കാര്യം പറയും, സമ്പത്ത് വർദ്ധിച്ചാൽ ഹൃദയം അതിൽ അർപ്പിക്കരുതെന്ന് പറഞ്ഞാലും നാച്ചുറലി മനുഷ്യന്റെ ഹൃദയ സമ്പത്തിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കും, ഇപ്പോൾ ഈ ഡ്യൂട്രോമിയില് ഈ സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടെ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ 1/3 ഓഫ് ദി ടോട്ടൽ ടീച്ചിങ് സമ്പത്തിനെ കുറിച്ചാണ് കർത്താവിന്റെ. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോയാൽ ബൈബിൾ ടീച്ചിങ് വേസ്റ്റാ. ഡ്യൂട്രോമി 10 അതിന്റെ ഡ്യൂട്രോമി 10 അല്ല 8:11 തുടങ്ങി വായിക്കുമ്പോൾ 11 വായിക്കാം. നീ നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കാനും ഇന്നേ ദിവസം ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും അനുശാസനങ്ങളും ചട്ടങ്ങളും ലംഘിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ശ്രദ്ധിക്കുക എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താ? ദർ ഇസ് എ ചാൻസ് ഫോർ അത് വയലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എല്ലായിടത്തും അങ്ങനെ ദൈവത്തിന്റെ വചനം എപ്പോഴും വാണിംഗ് തരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എത്രയോ സ്ഥലത്ത് ന്യൂ ടെസ്റ്റമെന്റ് തന്നെ കർത്താവ് പല സ്ഥലത്തും പറയുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 21 ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സുഖലോലുപത്വം, മദ്യാസക്തി, ഇതെല്ലാം നിങ്ങളെ ആർന്നു നിന്ന് ഒരു ദിവസം കെണി പോലെ നിങ്ങളുടെ മേൽ വരും. ഇവിടെ എഴുതിയേക്കാണ് ശ്രദ്ധിക്കുക, നീ നിന്റെ ദൈവമായി വായിച്ചു പോകും, നീ നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കാൻ. അപ്പൊ മനുഷ്യന് നാച്ചുറലി വരുന്ന ഒരു ടെൻഡൻസി എന്താ? ദൈവത്തെ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കാനും ഇന്നേ ദിവസം ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും അനുശാസനങ്ങളും ചട്ടങ്ങളും ലംഘിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. നീ ഭക്ഷിച്ചു തൃപ്തനായി നല്ല ഭവനങ്ങൾ നിർമ്മിച്ച് അവയിൽ വസിക്കുമ്പോൾ നിന്റെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളും പെരുകുകയും നിന്റെ വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്കുള്ളവയെല്ലാം ഏറുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിച്ച് ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമ ഭവനത്തിൽ നിന്ന് നിന്നെ ആനയിച്ച നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കണം. അതെ, അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോ നമുക്കറിയാം അവരുടെ കയ്യിൽ കുറെ തുണിപ്പൊതിയും കുറെ പുളിക്കാത്ത മാവും
കുറച്ച് ഈജിപ്തുകാരുടേത് കുറെ സ്വർണവും ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതൊന്നുമില്ല. എന്നാൽ ദൈവം, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, കാനാനിലുള്ളവരെല്ലാം വെൽ സെറ്റിൽഡ് ആയിരുന്നു, അവർക്ക് വീടുകളുണ്ടായിരുന്നു, എല്ലാ സമ്പത്തും സമൃദ്ധിയും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ദൈവത്തെ മറന്നു, ദൈവം മാത്രമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് തീരുമാനിച്ചു? അതായത് കാനാനിലുണ്ടായിരുന്നവരുടെ സമൃദ്ധി ഈ ദൈവത്തെ ഭയപ്പെട്ടവർക്ക് ദാനമായിട്ട് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചിരുന്നു. അവരെ നിഗ്രഹിച്ചിട്ട് ദൈവം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോ ഈ ഇസ്രായേൽക്കാര് അവർക്ക് വീട് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, വീട് വെച്ച വീട് ഉണ്ടായിരുന്നു, വീടിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ ദൈവത്തെ വിളിച്ചു, അത് മാത്രമേ അവർ ചെയ്തുള്ളൂ. അവർക്ക് വേണ്ടി വീട് വെച്ചതാരാ? അല്ല, കാനാൻകാരാ. ഈ സഭാപ്രസംഗി 2:26 ഈ സ്ഥലം മാറ്റില്ല കേട്ടോ. സഭാപ്രസംഗി 2:26 സെന്റൻസില് 2:26 2 ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മനുഷ്യനെ അവൻ വിജ്ഞാനവും അറിവും ആനന്ദവും നൽകുന്നു. ഭാവിക്കോ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവന് നൽകാനായി മാത്രം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി നൽകുന്നു. അപ്പൊ ഇതില് പാപിക്കോ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവന് നൽകാനായി മാത്രം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി നൽകുന്നു. മീൻസ് അവൻ ശേഖരിക്കുന്ന അവൻ അനുഭവിക്കാൻ പറ്റത്തില്ല. 128 സങ്കീർത്തനം, കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ മാർഗങ്ങളിൽ വ്യാപരിക്കുക, നിന്റെ പ്രയത്നഫലം നീ അനുഭവിക്കും. നമ്മൾ കർത്താവിനെ നെഗ്ലക്ട് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി ഉണ്ടാക്കാനും പരിശ്രമിക്കാനും ഇതെല്ലാം ആയിട്ട് നമ്മൾ കഷ്ടപ്പെടും. അനുഭവിക്കുന്ന ആരായിരിക്കും? അല്ല, വേറെ ആരെങ്കിലും അല്ല, ദൈവത്തെ ഭയപ്പെടും, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. അപ്പൊ ഇതേ പ്രിൻസിപ്പിൾ ആണ് ലെറ്റ് us come back to Deuteronomy 8 വരുമ്പോ. അപ്പൊ ഇവർക്കൊന്നും ഇല്ലാത്തവരായിരുന്നു. ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ഹിസ്റ്ററി എങ്ങനെയായിരിക്കും. അപ്പൊ ഇതില് പക്ഷെ അവരോട് പറയുവാണ്, ഇവർക്കൊന്നും ഇല്ലാതിരുന്നപ്പോ അവരെങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത്? ദൈവത്തിൽ ആശ്രയിച്ച. കാരണം ഇന്നത്തെ മന്ന നാളത്തേക്കില്ല. ഓരോ ദിവസവും ആകാശത്തിലേക്ക് നോക്കിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഡെയിലി മന്ന, നാളത്തെ മന്ന ഇന്നത്തേക്ക് ഉപകരിക്കത്തില്ല. അങ്ങനെ അവര് ഡെയിലി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷെ കാനാനിൽ കയറി കഴിയുമ്പോൾ കാനാനിൽ കയറുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് 40 വർഷം മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞപ്പോ അവർക്ക് ഡെയിലി ദൈവത്തിൽ ആശ്രയം ഉണ്ടായിരുന്നു, കഷ്ടങ്ങളുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കഷ്ടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം അവരെന്നും ദൈവത്തെ ഓർമ്മിച്ചിരുന്നു. അപ്പൊ അവരോട് ദൈവം വാൺ ചെയ്യുവാണ്. കാനാനിൽ കയറുമ്പോൾ ഉള്ള കണ്ടീഷൻ മോശയ്ക്ക് അറിയില്ല, കാരണം മോശ കാനാനിൽ കയറിയിട്ടില്ല. പക്ഷെ കാനാനിൽ എന്താണ് വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ആർക്കറിയാം? മോശയ്ക്ക് അറിയില്ല, ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം വാണിംഗ് കൊടുക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ ഇതെല്ലാം കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാ? അതായത് അതെ, നീ ഭക്ഷിച്ച് തൃപ്തനായി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ദൈവം കൊണ്ടുപോയത്. അതായത് അവർ പണിയാത്ത വീടുകളിൽ അവർ താമസിച്ചു, എല്ലാ സമൃദ്ധിയുള്ള സ്ഥലത്ത് അവർ ചെന്നത്. നല്ല ഭവനങ്ങൾ നിർമ്മിച്ച് അവയിൽ വസിക്കുമ്പോൾ നിന്റെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളും പെരുകയും, ഇന്ന് ആട്ടിൻകൂട്ടവും കാലിക്കൂട്ടം അല്ല, നമ്മുടെ സമ്പാദ്യ സമ്പത്തും പെരുകയും നിന്റെ വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്കുള്ളവയെല്ലാം ഏറുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിച്ച് ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമഭവനത്തിൽ നിന്നെ ആനയിച്ച നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇതൊരു നാച്ചുറൽ ഫിനോമിനയാ ദൈവം പറഞ്ഞേക്കുന്നത്. അതായത് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, സ്വർണവും വെള്ളിയും വർദ്ധിക്കുമ്പോൾ നോർമലി മനുഷ്യന്റെ ടെൻഡൻസി എന്താ? ദൈവത്തെ മറക്കും. അതുകൊണ്ടാണ് ഈ സമ്പത്ത് വർദ്ധിക്കുന്നത് ഒരിക്കലും ദൈവാനുഗ്രഹത്തിന്റെ ഒരു ലക്ഷണമല്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ കള്ള സുവിശേഷ പ്രസംഗങ്ങള് സമ്പത്ത് ദൈവം വർദ്ധിപ്പിക്കുന്നുള്ളത് 100% ഡെമോണിക് ആയിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സമ്പത്ത് വർദ്ധിച്ചാൽ നാച്ചുറൽ ടെൻഡൻസി ദൈവത്തിൽ നിന്ന് ഹൃദയം അകന്നു പോകാനായിട്ടാണ്. ഇവിടെ അത് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്. വീട് വെച്ചു അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചു, അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന? ദൈവത്തെ മറക്കാൻ കാരണം എന്താ? ഒള്ളി റീസൺ, ഹൃദയം ഇത്തിരി പൊങ്ങും. ഈ ഹൃദയം ഇത്തിരി പൊങ്ങി കഴിയുമ്പോൾ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, തന്നെത്താൻ ഉയർത്തുന്നവൻ അവ താഴ്ത്തപ്പെടുകയുള്ളൂ. അപ്പൊ ഇവിടെ ഹൃദയം ഇത്തിരി അഹങ്കരിച്ച് കഴിയുമ്പോൾ ദൈവത്തെ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന കാര്യങ്ങളില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കഷ്ടം വരുമ്പോഴാണോ, കഷ്ടമൊന്നും ഇല്ലാത്തപ്പോഴാണോ ദൈവത്തെ കൂടുതൽ വിളിക്കുന്നത്? കഷ്ടം വരുമ്പോഴാണ്. എന്നാൽ ഈ പറഞ്ഞേക്കുന്ന എല്ലാം നമ്മളെ സംബന്ധിച്ചും ആപ്ലിക്കബിളാണ്. നമുക്ക് ഇച്ചിരി വന്നപ്പോഴത്തേക്ക് ഓരോ വർഷം കഴിച്ച സമ്പത്ത് കൂടി, സമ്പത്ത് അല്ലെങ്കിൽ ഇച്ചിരി ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു കാറ് മേടിച്ചു, ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താ? പതുക്കെ ദൈവത്തെ മറക്കും. അത് തന്നെ പിശാചിന് വേണ്ടത്. കാരണം
ഈ സമ്പത്ത് പലപ്പോഴും ദൈവാനുഗ്രഹത്താൽ സമ്പത്ത് വർദ്ധിക്കാത്തതിന്റെ കാരണം ഈ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള സ്പിരിച്വൽ പവർ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എല്ലാവരെയും മെറ്റീരിയലി ആൻഡ് സ്പിരിച്വലി അനുഗ്രഹിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന ഇൻ ദി സെൻസ് എല്ലാവർക്കും സമൃദ്ധി നൽകണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ തരാൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചാൽ എന്താ, അഹങ്കാരം കൂടുന്നുണ്ടല്ല. ഇപ്പൊ നമ്മുടെ ഈ അബ്ഡിയുടെ കയ്യിലോ അല്ലെങ്കിൽ പ്രിൻസിന്റെ കയ്യിലോ നമുക്കൊരു 50 കിലോയുടെ ഒരു വളച്ചാക്ക് തലയിൽ വെച്ച് കൊടുത്തുവിടാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെയുള്ള കുഞ്ഞു പിള്ളേർ, ഇപ്പൊ നമ്മുടെ ജൂവല്, ടിങ്കു, പോള്, ദീപു, ഈ പിള്ളേർക്കൊന്നും ഈ അനുഗ്രഹങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്പിരിച്വൽ പവറുകൾ പ്രായമായിട്ടില്ല. അതുകൊണ്ട് പ്രായമായവർക്ക് പക്വത ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇവർക്ക് ചെയ്യുന്ന എല്ലാം ഇമ്മച്യൂരിറ്റി ആയിരിക്കും, ഒരു പക്വതയും കാണത്തില്ല. ഞാൻ ആരോ പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറയുന്നില്ല, അവർക്ക് അതിൽ ശേഷിയില്ല, ദേ കനോട്ട്. കാരണം പ്രായം കൊണ്ട് വരുന്ന പക്വത ചെറുപ്പക്കാർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രായമുള്ളവരെല്ലാം പക്വതയുള്ളവരെന്നല്ല ഞാൻ പറയുന്നത്. മീൻസ് അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ അലേർട്ടായിട്ട് ജീവിച്ചില്ലെങ്കിൽ പിശാചിന്റെ വായിലേക്ക് എന്നിങ്ങനെ എന്താ പറയുന്നത് വളരെ ഈസി ആയിട്ട് ഇത് ചാടും. ദെൻ ലേറ്റർ എവരിബഡി വിൽ റിഗ്രറ്റ്, ബട്ട് ഇറ്റ്സ് ഓഫ് നോ യൂസ്. സമയം കടന്നു പോയിരിക്കും. ഏശാവിന് പിന്നീട് മാനസാന്തരപ്പെടാനുള്ള വളരെ ആഗ്രഹിച്ചു, കണ്ണീരോടെ ആഗ്രഹിച്ചിട്ടും അവസരം കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞത് ഇതൊക്കെ കുഞ്ഞു പിള്ളേരവര്, ഇവർക്കൊന്നും ഇവിടുത്തെ ഈ ഡോളർ കൺവേർട്ട് ചെയ്തിട്ടുള്ള പൈസ കൈകാര്യം ചെയ്യാനുള്ള സ്പിരിച്വൽ പവർ ഇല്ല. ഐ നോ ഇറ്റ്. അപ്പൊ ഞാനും ജഡ്ജ് ചെയ്ത് പറയുന്നതല്ല. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാശത്തിന്റെ വഴിക്ക് ഇവർക്ക് പോകാൻ പറ്റൂ. ദേ കനോട്ട് ഹാൻഡിൽ. അതിനുള്ള ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് പ്രായമായ ഒരു പക്വതയുള്ളവരാ എന്നല്ല. പക്ഷെ ഇവരെല്ലാം ദൈവത്തെ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വാണിംഗ് തരുന്ന ചെറുപ്പക്കാർ പിള്ളേർക്ക്, കാരണം ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും പ്രായം കൂടിയ ആളെന്നുള്ള രീതിയിൽ അത് നശിച്ചു പോകത്തുള്ളൂ. കാരണം കർത്താവിനെ മറന്നിട്ട് ബൈബിൾ പറയുന്ന കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ, ഇംഗ്ലീഷിലെ വേർഡാ കൂടുതൽ നല്ലത്, they will be damned. damned എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നാശം, പിന്നെ കാണില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ കല്ല് ആരുടെ മേൽ വീഴുന്നോ, ലൂക്ക് ചാപ്റ്റർ 20, പിന്നെ കാണത്തില്ല. അതിന്റെ 20:17 തുടങ്ങി വായിക്കുമ്പോ അപ്പോൾ അവരെ നോക്കി അവൻ പറഞ്ഞു, പിന്നെ ഈ വിശുദ്ധ ലിഖിതം എന്താണ്? പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഈ കല്ലിൽ വീഴുന്നവൻ തകർന്ന് തരിപ്പണമാകും. ഇത് ആരുടെ മേൽ വീണാലും അയാൾ പൊടിയാകും. ഇത് ആരുടെ മേൽ വീണാലും അയാൾ പൊടിയാവും. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, മുള്ളാണിക്കിട്ട് തൊഴിച്ചാൽ കാലിൽ നോവും. നമ്മള് ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തില്, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ ഭൗതിക സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ അത് ഹൃദയത്തിൽ കയറാതെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഈ കല്ല് ഡേഞ്ചറസ് ഒരു സ്റ്റോൺ ആണ്. ഇത് വീണ് കഴിഞ്ഞാൽ എന്തായി തീരും? ധൂളിയായി തീരുന്നത് പിന്നെ കാണില്ല എന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ബിവെയർ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യമാണ്, അവരാരും അവർക്കുള്ളത് അവരുടെ സ്വന്തമെന്ന് എണ്ണിയില്ല. അവരുടെ ഇടയിൽ ആരും ദരിദ്രരായി ഉണ്ടായിരുന്നില്ല, ഉണ്ടാകാൻ പാടില്ല. നോ, ദരിദ്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതാണ് ഉണ്ണാനും കൊടുക്കാനും. ഇപ്പൊ ഇവിടെ ആ ഒരു ക്രൈസിസ് ഇല്ല, പക്ഷെ അതുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. ഉണ്ണാനും കൊടുക്കാനും ഇല്ലാത്ത ആൾക്കാരുള്ള സഭകളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ ആ പ്രശ്നമില്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ കൂടി വരുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ഉണ്ണാനും കൊടുക്കാനും ഇല്ലാത്തതുണ്ടെങ്കിൽ അത് കാണാതെ ബാക്കിയുള്ളവർ പോകുന്നെങ്കിൽ അവിടെ ഒരിക്കലും കർത്താവ് ഉണ്ടായിരിക്കത്തില്ല. നെവർ. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ഒരു കാര്യം കൂടി ജസ്റ്റ് നമുക്ക് ചിന്തിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിന്റെ 34 തുടങ്ങി വായിക്കുമ്പോൾ, പറമ്പും വീടും സ്വന്തം ഉണ്ടായിരുന്നവരെല്ലാം അവ വിറ്റ് കിട്ടിയ പണം അത്രയും അപ്പസ്തോലന്മാരുടെ പാദങ്ങളിൽ അർപ്പിച്ചു. ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അത് വിതരണം ചെയ്യപ്പെട്ടു. അവിടെ വരാതെ നിൽക്കട്ടെ. അതിന് ശേഷമുള്ളത്, പ്രോത്സാഹനത്തിന്റെ പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്ന സൈപ്രസുകാരനും ലേവ്യനുമായ ജോസഫ് തന്റെ വയൽ വിറ്റ് കിട്ടിയ പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പാദങ്ങളിൽ അർപ്പിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചാലേ അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അനന്യാസ് എന്നൊരാളും അയാളുടെ ഭാര്യ സഫീറയും കൂടി ഒരു പറമ്പ് വിറ്റു. ഭാര്യയുടെ അറിവോടെ അതിന്റെ വിലയിൽ ഒരു ഭാഗം അയാൾ നീക്കിവെച്ചു. ബാക്കി ഭാഗം മാത്രം അപ്പസ്തോലന്മാരുടെ പാദങ്ങളിൽ അർപ്പിച്ചു. അപ്പോൾ പത്രോസ് ചോദിച്ചു, അനന്യാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പ് വിറ്റ വിലയിൽ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കീഴടക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പ് നിന്റേതായിരുന്നില്ലേ? വിറ്റ വിലയും നിന്റെ കൈവശമായിരുന്നില്ലേ? പിന്നെ ഈ പ്രവൃത്തിക്കുള്ള പ്രേരണ എങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായി? നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് കള്ളം പറഞ്ഞിരിക്കുന്നത്. അനന്യാസ് ഈ വചനം കേട്ട മാത്രയിൽ നിലം പതിച്ച് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി
ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് അയാളെ കച്ചയിൽ പൊതിഞ്ഞ് വെളിയിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അയാളുടെ ഭാര്യ അവിടെ വന്നു. സംഭവിച്ചതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ വിലയ്ക്ക് തന്നെയോ നിങ്ങൾ പറമ്പ് വിറ്റത്? എന്നോട് പറയൂ. അവൾ പറഞ്ഞു, അതെ, ഈ വിലയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് അവളോട് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ കൂട്ടുചേർന്നത് എന്തിന്? കേൾക്കൂ, നിന്റെ ഭർത്താവിനെ മറവ് ചെയ്തിട്ട് വന്നവരുടെ കാലൊച്ച വാതിൽക്കൽ എത്തിയിരിക്കുന്നു. നിന്നെയും അവർ വെളിയിലേക്ക് ചുമന്നുകൊണ്ട് പോയിക്കൊള്ളും. ഉടനടി അവൾ അയാളുടെ പാദത്തിൽ വീണ് മരിച്ചു. ചെറുപ്പക്കാർ അകത്ത് കടന്നപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവളെ വെളിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഭർത്താവിന്റെ അടുത്ത് തന്നെ അവളെയും മറവ് ചെയ്തു. സഭ മുഴുവനിലും ഈ കാര്യങ്ങൾ കേട്ട എല്ലാവരിലും കൊടിയ ഭീതി ഉളവായി. ഇത് ഈ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഈ ബർണബാസ് സ്ഥലം വിറ്റ്, ഇവരാരും വീടും കൂടിയൊന്നും വിറ്റെന്നല്ല, അവരുടെ എക്സ്ട്രാ വെൽത്താണ് അവര്, അല്ലെ എക്സസ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. കാരണം they wanted to trim down their wealth. അവരുടെ ആവശ്യത്തിൽ കൊണ്ടുള്ള വെൽത്തിനെ ട്രിം ചെയ്യാനായിട്ട് അവരെല്ലാം ആഗ്രഹിച്ചു. ഇന്നത്തെ വിശ്വാസം എങ്ങനെയാ? ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടുമ്പോ എന്താ ചെയ്യുന്നത്? അതെ, ആർക്കും ആവശ്യത്തിൽ കൂടുതൽ കിട്ടാറില്ല. അപ്പോ കിട്ടിക്കഴിഞ്ഞാല് വീണ്ടും വാങ്ങിക്കാനാണ് പോകുന്ന ആൾക്കാർ. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് സെഞ്ചുറി ആൻഡ് 21st സെഞ്ചുറി. 21st സെഞ്ചുറിയിലുള്ളത് കള്ളന്മാരും കവർച്ചക്കാരും ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്ത്യാനികളുമാണ്. നോക്ക്, അപ്പൊ ഈ ബർണബാസ് അവരാരും വീടും കൂടിയും വിറ്റെന്നല്ല. കുറഞ്ഞ സഭയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും വീടുകളില്ല, അവർക്ക് വീടുകളുണ്ടായിരുന്നു. വേറെ എക്സ്ട്രാ വെൽത്ത് അവർ ആവശ്യത്തിൽ കൂടുതൽ വെൽത്തിന്റെ ആവശ്യമില്ലാതെ അവർ വിറ്റിട്ടില്ലാത്തവർക്ക് കൊടുത്തു. എന്നാൽ ഇന്നത്തെ വിശ്വാസിയായിട്ടൊന്ന് കമ്പയർ ചെയ്യേണ്ട കാര്യമാണ്. എങ്ങനെയെങ്കിലും 10 പൈസ എക്സ്ട്രാ കിട്ടിയാല് പറമ്പ് വിൽക്കും, അല്ല പോയി പറമ്പ് വാങ്ങിക്കും. എന്നിട്ട് പാട്ട് പാടുമ്പോഴോ, ഒന്നേയുള്ളെനിക്ക് ആനന്ദം ഉലകിൽ യേശുവിൻ സന്നിധി അണയുക നാം. ഒരു സന്നിധിയിലും ചെല്ലില്ല. അതിനെക്കുറിച്ച് അല്പം പോലും സംശയിക്കുകയും വേണ്ട. കാരണം വെൽത്ത്, സാമ്പത്തിക കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാതെ ഒരിക്കലും കർത്താവിനെ ആർക്കും ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് അങ്ങനെ ഈ കസേരകളി നടത്തുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല. ഇടിച്ചു കയറി വരത്തില്ല. തുറന്നിട്ട് കൊടുത്താലേ, ഹൃദയം തുറന്നാൽ മാത്രമേ കർത്താവ് അവിടെ വരത്തുള്ളൂ. അപ്പൊ ഈ ബർണബാസ് മാനസാന്തരപ്പെട്ടവനായിരുന്നു. ഈ സം സെക്യുലർ ഹിസ്റ്ററിയിൽ പറഞ്ഞ് ശരിയായിക്കൊള്ളുന്നില്ല, എന്നാലും എനിക്കതൊരു ഇമോഷണലി ടച്ചിങ് ആയതുകൊണ്ട് മാത്രം പറയുന്നത്, അന്ന് ഈ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദുഃഖിതനായി പോയ ആ റിച്ച് യങ് മാൻ ഈ ബർണബാസ് ആയിരുന്നു പറയപ്പെടുന്നു. മേ ബി അത് നമുക്ക് ചിന്താവിഷയമല്ല. അറ്റ് ദി സെയിം ടൈം ഈ ബർണബാസ് ഇത് വിറ്റ് അപ്പസ്തോലന്മാരുടെ പാദാന്ത്യത്തിൽ വെച്ചതാണ് മറ്റൊരു കുടുംബത്തിന് നാശമായി തീർന്നത്. ഏത് കുടുംബത്തിനാണ്? അനനിയാസ് സഫീർ. നോക്കി, ഇവിടെ ആൾക്കാർക്കൊക്കെ അവരൊക്കെ ആത്മീയമായിട്ടൊക്കെ ഭയങ്കര ശുഷ്കാന്തിയിലും ഭയങ്കര ഉത്സാഹത്തിലും ഒക്കെ പോയി നമ്മളായിട്ട് ഇതിൽ കുറവ് വരുത്തണ്ടെന്ന് കരുതി ഇവരും സ്ഥലമൊക്കെ വിറ്റു. സ്ഥലമൊക്കെ വിറ്റുന്നൊക്കെ ഭാര്യ ഭർത്താവ് നമ്മളുടെ യൂണിറ്റിയാണ്. നമ്മൾ അതിൽ നിന്ന് എല്ലാ ഈവലിനകത്ത് ഒരു നല്ല മെസ്സേജ് ഉണ്ട്, ഇല്ലേ ബാബു? ഈ ഒരു പെർഫെക്റ്റ്ലി. കാരണം രണ്ടുപേരും തമ്മിൽ ഒന്നും കൂടി ആലോചിച്ചില്ല. കാരണം അച്ചായൻ ഓൾറെഡി മരിച്ചു കിടക്കുക. പക്ഷെ പത്രോസിന്റെ അടുത്ത് എത്ര എമൗണ്ട് പറയണ്ടേ എന്നുള്ളത് അമ്മാമ്മയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാം, ഇല്ലേ? ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലാതെ ഇതേ വിലയ്ക്ക് എക്സാക്ട്ലി ഈ വിലയ്ക്ക് തന്നെ വിറ്റേന്ന സഫീറയും പറഞ്ഞു. ഇങ്ങനെയുള്ള പല കുടുംബങ്ങളുണ്ട്. ദൈവത്തിന്റെ കാര്യത്തിൽ യാതൊരു യോജിപ്പും ഇല്ല, ഉത്സാഹവും ഇല്ലെങ്കിലും കള്ളത്തരം ചെയ്യാനും തട്ടിപ്പ് നടത്താനും മനുഷ്യനോട് വഞ്ചന കാണിക്കാനും ഒക്കെ ഹസ്ബൻഡും വൈഫും തമ്മിൽ പെർഫെക്റ്റ് യൂണിറ്റി ആയിരിക്കും. ഒരു അഭിപ്രായ വ്യത്യാസം കാണത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, അതായത് എനി അറ്റംപ്റ്റ് ടു ഇമിറ്റേറ്റ് ഓൾവേസ് ബ്രിങ്സ് ഡെത്ത് ഇൻ ദി ബൈബിൾ. നമ്മുടെ ജീവിതത്തിൽ വേറൊരാൾ ചെയ്യുന്ന കണ്ട് കർത്താവിനെ പിൻപറ്റാൻ പോകരുത്. വേറൊരാളുടെ വിശ്വാസം കണ്ട് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യരുത്. വേറൊരാൾ ചെയ്യുന്ന ശുശ്രൂഷ കണ്ട് നമ്മൾ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യരുത്. ഇതെല്ലാം കൊണ്ടുവരുന്നത് എന്തായിരിക്കും? ഡെത്ത് ആയിരിക്കും. നമുക്ക് ഹീബ്രൂസ് 11 വായിക്കുമ്പോൾ അപ്പൊ അതൊരു വിൽഫുൾ സിൻ അവർ ചെയ്തല്ലേ, ബൈ ചാൻസ് ആണ് റീസൺ. നമുക്ക് ഈ വിലയ്ക്ക് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരോടെ പ്ലാൻ ചെയ്ത 50,000 രൂപയ്ക്ക് വിറ്റു. അവർ തീരുമാനിച്ചു നമുക്കിത് 30,000 രൂപയ്ക്കാണ് വിറ്റതെന്ന് പറയാം. ഒരു പ്രശ്നമില്ലാതെ 50,000 രൂപയ്ക്കാണ് വിറ്റത്. ഈ 30,000 രൂപ ഞങ്ങൾ ഈ കാര്യത്തിനായിട്ട് തരുന്നുള്ളൂ, ബാക്കി 20,000 രൂപ ഞങ്ങൾ സൂക്ഷിക്കാമെന്ന് പറഞ്ഞ് ജീവൻ നിലനിന്നല്ലേ, ഇല്ലേ? അതായത് ഹിപ്പോക്രസിയെ ദൈവം എങ്ങനെ കണ്ടു എന്നുള്ളതിന്റെ എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് ഈ പിശാച് ഹിപ്പോക്രസി സഭയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം. അത് ഇല്ലാത്ത സ്പിരിച്വാലിറ്റി കാണിക്കും, ഇല്ലാത്ത ആത്മീയത കാണിക്കും. അപ്പൊ ഇവിടെ ഹീബ്രൂസ് 11 11 വേഴ്സ്
അതിന്റെ 29 തുടങ്ങി വായിക്കും. വായിക്കും. വിശ്വാസത്താൽ വരണ്ട കരയിലൂടെ എന്ന പോലെ ജനം ചെങ്കടൽ കടന്നു. അത് തന്നെ ചെയ്യാൻ മുതിർന്ന ഈജിപ്തുകാർ കടലിൽ മുങ്ങിപ്പോയി. അതെ. അപ്പൊ ഇതില് ഇസ്രായേൽക്കാർ ചെങ്കടലിൽ കിടക്കുന്ന കണ്ടുകൊണ്ട് പുറകെ വന്ന ഈജിപ്തുകാർ എന്ത് ചെയ്തു? ഉടനെ കടലിലേക്ക് ചാടി. അത് തന്നെ ചെയ്യാൻ മുതിർന്ന ഈജിപ്തുകാർ കടലിൽ മുങ്ങിച്ചെത്തു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബർണബാസ് സ്ഥലം വിറ്റ് അപ്പസ്തലന്മാരുടെ പാതാന്തത്തിൽ പൈസ വെച്ച് കൊണ്ട് കൊടുക്കുന്ന കണ്ടുകൊണ്ട് അനനിയാസ് സഫീറെ അത് തന്നെ ചെയ്യാൻ മുതിർന്നു. അവർ മരിച്ചുപോയി. ഇസ്രായേൽക്കാർ ചെങ്കടലിൽ കിടക്കുന്ന കണ്ടുകൊണ്ട് ചെങ്കടലിൽ കിടക്കാനായിട്ട് പരിശ്രമിച്ച ഈജിപ്തുകാർ മുങ്ങിച്ചെത്തു. ഈ ഇസ്രായേൽക്കാരും ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധം ഈജിപ്തുകാർക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ബർണബാസിന് കർത്താവുമായിട്ടുണ്ടായിരുന്ന ബന്ധം, ബർണബാസിന്റെ മാനസാന്തരം അനനിയാസിനും സഫീറയ്ക്കും അറിയത്തില്ലായിരുന്നു. ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു, മരിച്ചു. ഇവിടെ ഈജിപ്തുകാർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു, അവർ മരിച്ചു. ഇന്ന് ക്രിസ്ത്യ കോടതി മുഴുവൻ ഇമിറ്റേഷനാണ്. ശുശ്രൂഷകളെല്ലാം ഇമിറ്റേഷനാ, ചെയ്യുന്നതെല്ലാം ഇമിറ്റേഷനാ. നമുക്ക് ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നമുക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആൾക്കാർ ഒരു സഭ തുടങ്ങിക്കഴിഞ്ഞാൽ സഭയിൽ സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ, കൊട്ടേജ് മീറ്റിംഗ്, ദെൻ യൂത്ത് മീറ്റിംഗ്, പിന്നെ നമുക്ക് എല്ലാ പരിപാടിയും ഇങ്ങനെയാണ്, ഇമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. ദെൻ പെന്തിക്കോസുകാർ ദൈവത്താൽ അക്സെപ്റ്റഡ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ബാക്കിയുള്ള ആൾക്കാർ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സഭായോഗം അതിനകത്ത് ഒരു സങ്കീർത്തനം വായിച്ച് അത് പറയും. പിന്നെ ഈ സങ്കീർത്തനം വായിക്കുന്നതിന് ഏറ്റവും ഹൂളിഗാനിസ് ആയിട്ട് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കവോറ്റിക് സിറ്റുവേഷൻ വരും. കാരണം കുറെ ആൾക്കാർ ഒരു സൈഡ് വായിക്കും, മറ്റേ ആൾക്കാർ അങ്ങേ സൈഡ് വായിക്കും. ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ആയിട്ട്, അതായത് മോശയുടെ ആരാധനയുണ്ട്, അഹ്റോന്റെ ആരാധനയുണ്ട്. നടക്കുന്ന അഹ്റോന്റെ ആരാധന എങ്ങനെയാ? കെട്ടഴിച്ചു വിട്ടു. അത് പൗലോസ് പറഞ്ഞു 1 Corinthians 14 എല്ലാ കാര്യങ്ങളും ക്രമമായിട്ടും അത് വായിക്കുന്നത് 1 Corinthians 14 അതെ, അതിന്റെ ലാസ്റ്റ് വേർഡില് ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ അംഗീകരിക്കപ്പെടുന്നില്ല. അതായത് ഈ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരെങ്കിലും ഭാഷാപരമുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ സഭയിൽ മൗനമായിട്ടിരിക്കണം. നിങ്ങളിൽ ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കണം, ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ ദൈവത്താൽ അംഗീകരിക്കപ്പെടില്ല. തീഷ്ണതാപൂർവം സഹോദരരെ പ്രവചനപരത്തിനായി തീഷ്ണതാപൂർവ്വം ആഗ്രഹിക്കുക, ഭാഷാപരത്തോടെ സംസാരിക്കാൻ തടയേണ്ട, പക്ഷെ എല്ലാ കാര്യങ്ങളും മാന്യമായും ക്രമമായും ചെയ്യണം. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഓർഡർ. അറ്റ് ദി സെയിം ടൈം അഹ്റോൻ ജനത്തെ കയറൂരി വിട്ടു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആൾക്കാർ ചോദിക്കുന്ന, എന്താ നിങ്ങൾ കൈയടിക്കാത്ത? അതെ, കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചിട്ടില്ല ഇസ്രായേൽക്കാർ ഒരിക്കലും. ദർ ഇസ് നോ പ്രൂഫ് ഇൻ ദി ബൈബിൾ. ദെൻ കൈയടിക്കുന്നത് ഒരു ജാതീയ പ്രാക്ടീസാണ്, ഒരു ഹൂളിഗാനിസാണ്, കവോറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ആർക്കും കണക്ക് കൊടുക്കേണ്ടാത്തതുകൊണ്ട് വി ആർ നോട്ട് ഡൂയിങ്. കാരണം അനുകരണം. ഇസ്രായേൽക്കാർ ഒരിക്കലും കൈയടിച്ച് പാടി ദൈവത്തിനെ ആരാധിച്ചിട്ടില്ല, സ്തുതിച്ചിട്ടില്ല, പാട്ട് പാടിയിട്ടില്ല, സ്തോത്രം ചെയ്തിട്ടില്ല. അവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ കൈയടിക്കുന്ന അമൃതാനന്ദമയ്യയുടെ അടുത്ത് കൈയടിയുണ്ട്, സത്യസായിബാബയുടെ അടുത്ത് കൈയടിയുണ്ട്. ഇത് പാട്ടിനൊരു താളമല്ല, ഇതൊരു പ്യുവർലി ജെൻഡൈൽ ഒരു ഹൂളിഗാനിസാ. കൈയടിച്ചിട്ട് കുറെ കഴിയുമ്പോൾ പാട്ട് കേൾക്കാൻ പറ്റാതാവും. പാട്ട് പാടി പിന്നെ ഈ ഒരു പാട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിനകത്ത് സ്റ്റാൻസുകൾ. ദാറ്റ് മീൻസ് അപ്പൊ ആദ്യം പാടിയത് കത്തോലിക്കിന് കൊന്തയില്ലെന്ന പോലെ തന്നെ പെന്തിക്കോസുകാർ പാട്ട് പാടുന്നത്. അതായത് ഒരു പാട്ട് പാടിയിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. പാടി തുടങ്ങുമ്പോൾ ഇത് വരികളൊക്കെ മനസ്സിലാവും. പാട്ടിന്റെ അവസാനം ആകുമ്പോഴോ എങ്ങനെയാ, പോയിട്ടുള്ളവർക്ക് അറിയാം. അവസാനം ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത് ആ ഡേ ഓഫ് പെന്തിക്കോസ് എന്ന് പറയും. പെന്തിക്കോസിൽ ആദ്യം ഒരു ഇടിമുഴക്കം ഉണ്ടായ, ഒരു കാറ്റും ചീറ്റിലും ഒരു പുകയുണ്ടാകത്തുള്ളൂ. ഇതൊക്കെ ഈ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഇമിറ്റേറ്റ് ചെയ്യുന്നിടത്തെല്ലാം ഡെത്ത് ഉണ്ട്, സ്പിരിച്വൽ ഡെത്ത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക, സ്പിരിച്വൽ ഡെത്ത് നടക്കുന്നുണ്ട്. ദെൻ കർത്താവ് പറഞ്ഞ് നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ഇത് ന്യൂ ടെസ്റ്റമെന്റിൽ ആകെ 4 സ്ഥലത്തെ ഹല്ലേലൂയ എന്ന് എഴുതിയിട്ടുള്ളൂ. ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയിൽ 50 തവണ കൂടുതൽ ഹല്ലേലൂയ എന്ന് കാണും. കേൾക്കുന്നല്ല ഇത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാത്ത, ഇത് ദൈവഭയവും ദൈവത്തോട് ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് മാത്രം അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത. കാരണം ബൈബിളിൽ ഇല്ല. വേറുള്ളവർ ചെയ്യുന്നതാണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ പിന്നാലെ സ്പിരിച്വൽ ഡെത്ത് ഉണ്ട്. അനന്യാസും സഫീറയും മരിച്ചത് അവരുടെ പിന്നില് ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവർ മരിച്ചു.
ഈജിപ്തുകാർ മരിച്ചു. ബൈബിളിൽ ത്രൂ ഔട്ട് ഇമിറ്റേറ്റ് ചെയ്തേക്കുന്നിടത്തെല്ലാം വേറെ ഒത്തിരി എക്സാമ്പിളുകളുണ്ട് ബൈബിളിൽ ഇമിറ്റേറ്റ് ചെയ്ത് അത് ഡെത്തിലേക്ക് പോയേക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പഠിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുക, എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്രവചനം ഇല്ലാത്തടത്ത് ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നല്ല. 19 പ്രോവബ്സ് 19 ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ബാബു എല്ലാവരും അറിയേണ്ട ഈ പ്രോവബ്സിനകത്തുള്ളത് ഭയങ്കര ബുദ്ധിയാണ്, പ്രാക്ടിക്കൽ വിസ്ഡം. ആരെ കണ്ടുപിടിക്കുന്നതാണ്? പ്രവചനം ഇല്ലാത്തടത്ത് ജനം ചെറിയ പോകുന്നതാണ്. അതെത്ര സെനസ് ആര് കണ്ടില്ല ഇതുവരെ? എവിടെ ബാബു? ബാബു വായിക്കാറില്ലേ പ്രോവബ്സ്? വായിക്കാറുണ്ട് ബാബു? എവിടെയാ പറയിച്ച? പ്രവചനം ഇല്ലാത്തടത്ത് ജനം കണ്ടില്ലെങ്കിൽ സമയം കളയണ്ട. കിട്ടിയ എത്ര? 11-ന്റെ 4 ആയിരിക്കില്ല, 29-ന്റെ അതായിരിക്കും. 29-ന്റെ 18. സോറി, 29:18. പ്രവചനം ഇല്ലാത്തടത്ത് ജനം നിയന്ത്രണം കൈവിടിയുന്നു, എന്നാൽ നിയമം പാലിക്കുന്നവർ അനുഗ്രഹീതനത്രേ. അതായത് പ്രവചനം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ദൈവവചനം ഇല്ലാതെ പോകുന്ന ഹൂളിഗാനി കൂട്ടങ്ങളാണ്. ചെയ്യുന്നതിന് ദൈവവചനത്തിന് സപ്പോർട്ടില്ല. നോക്ക്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ ഹല്ലേലൂയ സ്തോത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സപ്പോർട്ടില്ല. അത് കർത്താവ് വിലക്കിക്കുന്ന കാര്യം. ജാതികൾ ചെയ്യുന്ന പോലെ ജൽപ്പനം ചെയ്യരുത്. എന്നാൽ നിന്റെ വായിൽ എപ്പോഴും സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? എപ്പോഴും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇവിടെ സാഹിബ്മാരുടെ ചില ഇത് കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഭാര്യയോട് 5 തവണയെങ്കിലും പറഞ്ഞു ഐ ലവ് യു എന്ന് പറയണം. ഐ ലവ് യു ഹണി എന്ന് പറയണം. അത് വറീസ് കേട്ടിട്ടുണ്ട്. ഐ ലവ് യു ഹണി എന്ന് പറഞ്ഞാൽ ലവ് യു ആകുമോ വറീസ്? അല്ല, ബാബു പറയാറുണ്ടോ? പക്ഷെ സ്നേഹിക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഐ ലവ് യു ഹണി എന്നൊന്നും ബാബു പറയാറില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ഉള്ളൂ. നിന്റെ നാവിൽ എപ്പോഴും സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അതിന്റെ അർത്ഥം എന്താ? നിന്റെ നാവിൽ എപ്പോഴും സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നന്ദി. നമ്മൾ പറയുന്നിടത്ത് എല്ലാം എൻ്റെ കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ മേഴ്സിയാണ്, ഞാൻ എന്തായിരിക്കുന്ന കർത്താവിന്റെ കരുണയാണെന്ന് നമ്മൾ പറയുന്ന, അല്ലാതെ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നതോ നമുക്ക് ക്രിസ്ത്യാനിറ്റി ഒരു ഫൂളിഷ് റിലീജിയൻ ആക്കി മാറ്റി വെച്ചേക്കുന്നതിന്റെ നടുവിൽ നമ്മളും അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് റോങ് മെസ്സേജ് കൊടുത്താൽ നമുക്ക് കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താൻ നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല. ഓളൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒന്ന് Corinthians 15 പറയാം, ദൈവം ഉയർപ്പിക്കാത്തവനെ ഉയർപ്പിച്ചു എന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരാകും. നമുക്ക് ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താൻ നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല. സത്യം പ്രചരിപ്പിക്കാൻ നമുക്ക് റൈറ്റ് ഉള്ളൂ. നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് എസേക്കിയൽ, ജെറമിയൊക്കെ എടുക്കുമ്പോൾ അവർ തെറ്റായിട്ട് പ്രവചിച്ച്, ജെറമിയ 28 ആണെന്ന് തോന്നുന്നു, ജെറമിയ 28 അതിന്റെ 15 തുടങ്ങി വായിക്കും. ഭാഗം വായിക്കാം. യിരെമ്യാ പ്രവാചകൻ ഹനന്യാ പ്രവാചകനോട് പറഞ്ഞു, കേൾക്കൂ ഹനന്യായെ, കർത്താവ് നിന്നെ അയച്ചിട്ടില്ല. നീ ഈ ജനത്തെ അസത്യത്തിൽ ആശ്രയിക്കുമാറാക്കി. അതുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു, കണ്ടാലും ഞാൻ നിന്നെ ഭൂമുഖത്തു നിന്ന് നീക്കിക്കളയും. ഈ വത്സരത്തിൽ തന്നെ നീ മരിക്കും. കാരണം നീ കർത്താവിനെതിരെ നിഷേധം പറഞ്ഞിരിക്കുന്നു. ആ വത്സരത്തിൽ തന്നെ 7-ാം മാസത്തിൽ ഹനന്യാ പ്രവാചകൻ മരിച്ചു. കാരണം ദൈവത്തെ അസത്യത്തിൽ, അതായത് ദൈവത്തെ കുറിച്ച് തെറ്റിദ്ധാരണയായിട്ടുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പം ദൈവത്തിന്റെ അരുളപ്പാട് ജെറമ്യയ്ക്കുണ്ടായി, നീ ഈ ജനത്തെ അസത്യത്തിൽ ആശ്രയിക്കുമാറാക്കി. അതുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു, കണ്ടാലും ഞാൻ നിന്നെ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയും. ഹനന്യാ വത്സരം മരിച്ചു. നമുക്ക് ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താനോ അല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനോ ഇതിനൊന്നും നമുക്ക് റൈറ്റ് ഇല്ല. നമ്മുടെ അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. മേ നോട്ട് ബി ലിറ്ററലി ടെർമിനേറ്റഡ് ഫ്രം ദി വേൾഡ്. ദൈവം ആ മരണം വ്യാപരിക്കുന്നുണ്ട് എല്ലാവരിലും. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അധികം പേര് പ്രബോധകരാകാൻ പരിശ്രമിക്കരുത്, കാരണം പ്രബോധകർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ കിട്ടും. എസേക്കിയൽ 11 എടുക്കുമ്പോൾ ഇതേ കാര്യം തന്നെ അവിടെയും കാണുന്നുണ്ട്. എസേക്കിയൽ വായിച്ചപ്പോൾ അതിന്റെ 2 സെന്റൻസ് വായിക്കുമ്പോൾ, എസേക്കിയൽ 11 സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ
ആത്മാവ് എന്നെ എടുത്തുയർത്തി കർത്താവിന്റെ ആലയത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ കവാടത്തിൽ കൊണ്ടുവന്നു. ഇതാ അവിടെ പ്രവേശന മാർഗത്തിലെ പടിവാതിൽക്കൽ 25 പുരുഷന്മാർ, അവരിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ ആസൂറിന്റെ പുത്രൻ യസന്യായും ബെനായയുടെ പുത്രൻ പൽഫയായും ഉണ്ടായിരുന്നു. അവൻ എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ഈ നഗരത്തിൽ അപരാധം ആസൂത്രണം ചെയ്തു ദുരുപദേശം നൽകുന്നവർ ഇവരാണ്. ഇവർ പറയുന്നു, ഇപ്പോൾ വീടുകൾ നിർമ്മിക്കേണ്ട ആവശ്യമില്ല, ഈ നഗരം കുട്ടകവും നാം മാംസവുമാണ്. അതുകൊണ്ട് മനുഷ്യപുത്ര, പ്രവചിക്കുക, അവർക്കെതിരെ പ്രവചിക്കുക. മതി, മുഴുവൻ വായിക്കണ്ട. അതിനുശേഷം 13ാം സെന്റൻസ് വായിക്കുമ്പോ, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കെ അത് സംഭവിച്ചു. ബെനായയുടെ പുത്രൻ പൽഫായ മരിച്ചു. അപ്പോൾ ഞാൻ സാഷ്ടാംഗം വീണ് ഉറക്ക നിലവിളിച്ചു, അയ്യോ കർത്താവായ ദൈവമേ, ഇസ്രായേലിന്റെ ശിഷ്ടഭാഗത്തെ നീ നിശേഷം നശിപ്പിക്കുമോ? നമുക്ക് ത്രൂ ഔട്ട് ദി ബൈബിള് ദുരുപദേശം നൽകി ദൈവത്തിന്റെ വചനത്തെ വളച്ചു കെട്ടി തിരിച്ചു മറിച്ച് മായം ചേർത്തവർ ദൈവം ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് ലോകത്തിൽ നിന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തില് കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ നമ്മുടെ ഇഷ്ടം പോലെ പ്രസംഗിക്കാനോ പ്രവചിക്കാനോ ഒന്നും ദൈവം ആരെ അധികാരപ്പെടുത്തിയിട്ടില്ല. ഭയത്തോടും വിറയലോടും കൂടി ദൈവവചനത്തെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഇമിറ്റേറ്റ് ചെയ്താല്, വേറുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെയ്തു, വേറുള്ളവർ ചെയ്യുന്നതുകൊണ്ട് കൈ അടിച്ചു, വേറുള്ളവർ പറയുന്നതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞു, വേറുള്ളവർ പറയുന്നതുകൊണ്ട് ഹൂളിഗാനിസം കാണിച്ചു, അഹ്റോൻ കെട്ടഴിച്ചു വിട്ടതുകൊണ്ട് തോന്നിവാസം കാണിച്ചു, ആരാധന സ്വാതന്ത്ര്യം ഇല്ലാന്ന് വേറുള്ളവർ പറയുന്നതായിട്ടുണ്ട് ആരാധന സ്വാതന്ത്ര്യമായിട്ട് ബഹളം ഉണ്ടാക്കി, കർത്താവിന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ സഭായോഗം നടത്തി. നമുക്ക് കർത്താവ് ഇസ് എ ഗ്ലോറിയസ് ഗോഡ്, മഹോന്നതനായിട്ടുള്ള ദൈവമാണ്, മഹനീയനായിട്ടുള്ള ദൈവമാണ്. കർത്താവിന്റെ ആ മാന്യതയ്ക്ക് ഒത്ത രീതിയിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ അടിച്ചു പോയിരിക്കും. കർത്താവ് 2 പ്രവാചകന്മാരോട് ചെയ്ത കാര്യം നമ്മൾ വായിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തിരുവഴുത്ത് പഠിച്ച് തിരുവഴുത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വേറുള്ളവർ ചെയ്യുന്നത് കണ്ട് ഇമിറ്റേറ്റ് ചെയ്താൽ അനന്യാസിനും സഫീറായ്ക്കും അനന്യാസിനും സംഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ദൈവഭയത്തിൽ ജീവിച്ചേ പറ്റൂ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചിട്ട് കർത്താവിന് സ്തുതി സ്തോത്രങ്ങളൊക്കെ സമയം എടുക്കാം. നമ്മൾ ഹെബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്വിസ് നടത്തുന്നത് ഹെബ്രായ ലേഖനം. കാരണം ഹെബ്രായ ലേഖനം പഠിക്കാതെ ന്യൂ ടെസ്റ്റാമെന്റ് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഹെബ്രായ ലേഖനം പഠിക്കണമെങ്കിൽ ഓൾഡ് ടെസ്റ്റാമെന്റിന്റെ ഒരു ബേസ്, നിയമത്തിന്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഹെബ്രായ ലേഖനം പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിച്ചതാ പത്രോസൊക്കെ അന്ത്യകാലത്തെ കുറിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ ഓൾഡ് ടെസ്റ്റാമെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റാമെന്റ് ഓർത്തിരുന്നാലേ ഡിസെപ്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അന്ത്യകാലത്തെ ആ കപട അല്ലെങ്കിൽ ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കെണിയിൽപ്പെട്ട് നമ്മുടെ നിത്യത നഷ്ടപ്പെടും. അപ്പം നമ്മൾ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നതെന്ന് ഓർത്താൽ നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹെബ്രായ ലേഖനമാണ് ആക്ച്വലി ഈ ന്യൂ ടെസ്റ്റാമെന്റ് ഓൾഡ് ടെസ്റ്റാമെന്റ് തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒരു ബേസിസാണ്. അപ്പം ഇന്നലെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചു അല്ലെങ്കിൽ ഒരു ക്വിസിൽ പങ്കെടുത്തു. എക്സെപ്റ്റ് 2 ഫാമിലീസ് എല്ലാവരും പങ്കെടുത്തു. ദേ ആർ ടു ഓക്കുപൈഡ്. അവർ ദൈവമായിട്ടുള്ള അക്കൗണ്ടാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. സെയിം ടൈം കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകും തോറും പിശാച് പുറകോട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. അപ്പം ഇതിൽ ഹീബ്രൂസ് 1-ാം അധ്യായം നമ്മൾ പഠിച്ചതാ. ജസ്റ്റ് മുഖവരിയായിട്ട് പറയുക. കാരണം പഴയ കാലത്തെല്ലാം അതായത് ഭാഗമായിട്ട് ദൈവത്തിന്റെ വചനം കിട്ടി. അതാണ് നമുക്ക് റെക്കോർഡായിട്ട് കിട്ടിയിരിക്കുന്ന ഓൾഡ് ടെസ്റ്റാമെന്റ്. അന്ത്യകാലത്ത് ഈ വചനം തന്നെ ജഡമെടുത്തു വന്നു. അതുകൊണ്ട് പിന്നെ റൈറ്റിങ്സ് അല്ല, കർത്താവ് തന്നെയായിരുന്നു വചനം. അല്ലെങ്കിൽ കർത്താവ് ആ ദൈവത്തെ റെപ്രസെന്റ് ചെയ്തു. അതവിടെ ഹീബ്രൂസ് ചാപ്റ്റർ 1 നമ്മൾ ചിന്തിച്ചതാ. ജൂയിഷ് ആ ഒരു ട്രഡീഷനിൽ ഏതോ ചില ജൂയിഷ് കൾട്ടുകളൊക്കെ
മിശിഹായേക്കാൾ വലിയവനായിരിക്കും ആർക്കേഞ്ചൽ മൈക്കിൾ എന്നൊക്കെയുള്ള ചിന്താഗതികൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ 1 ഈ മാലാഖയേക്കാൾ ഉന്നതനാണ് കർത്താവ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. അതിൽ 2 കാര്യം നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ദൈവത്തിന്റെ മാലാഖമാരെല്ലാം അവനെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ആരാധന ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ദെൻ പിതാവ് പുത്രനെ അഭിസംബോധന ചെയ്യുന്നത് ദൈവമേ എന്നാണ്. ആ 2 കാര്യം മാത്രം മതി ജീസസ് വാസ് ഡിഫറെന്റ് ഫ്രം. അല്ലെങ്കിൽ എന്നാൽ ഈ അല്പകാലത്തേക്ക് ഈ പുത്രനെ ദൈവം മാലാഖമാരെക്കാൾ താഴ്ന്നവനാക്കി. അതെങ്ങനെയാ പാവും മാലാഖമാരെക്കാൾ താഴ്ന്നവനായത് പുത്രൻ? ഇത് നമ്മൾ ഈ ഹീബ്രൂസ് 1 and 2 ബേസിസാ കർത്താവിനെ കുറിച്ചുള്ള. അത് നമ്മൾ പഠിച്ചേ പറ്റും. എത്ര ദിവസം പഠിച്ചാലും ഞാൻ ഈ അടുത്ത കാലം വരെ ഞാനിത് തീക്ഷ്ണമായിട്ട് പഠിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത കാലം വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യന്റെ ഇഗ്നോറൻസിനെയൊക്കെ കുറെ കർത്താവ് ടോളറേറ്റ് ചെയ്യുന്നു. മനുഷ്യന്റെ ഇഗ്നോറൻസിനെ ടോളറേറ്റ് ചെയ്യത്തില്ല. കാരണം ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് മൈ പീപ്പിൾ ആർ പെറിഷിങ്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഹീബ്രൂ 6 എടുക്കണ്ട, നമ്മൾ പഠിക്കുന്നതായിരുന്നു. ഹീബ്രൂ 6:1 നമ്മൾ കാണുന്നത് let us forget about the elementary principles and let us grow unto perfection. കൊളോഷ്യൻസിൽ പൗലോസ് പറഞ്ഞു, സർവ്വബുദ്ധിയും ഉപദേശിച്ച് ഞാൻ എല്ലാവരെയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു, ഓരോരുത്തരെയും ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ്. അതും റെവലേഷൻ 3 കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. റെവലേഷൻ 3 കർത്താവ് പറയാണ്, എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രവൃത്തികൾ, ആ ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിച്ചു, പെർഫെക്റ്റ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പോവാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇഫ് യു ആർ നോട്ട് ട്രൈങ് ടു ബിക്കം പെർഫെക്റ്റ് യു വിൽ നെവർ സീ ദി എറ്റേണിറ്റി. അതുകൊണ്ടാണ് ഇവിടെ ഹീബ്രൂസിന് ഇത് എല്ലാ കാര്യവും നമ്മൾ, ഞാൻ പറഞ്ഞ ലിറ്റിൽ റീസെന്റ് ഞാൻ അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നതെന്ന് പറയാം. ആൾക്കാർ അറിവില്ലാത്തവര് അവരൊക്കെ ഇല്ല. കർത്താവിന്റെ കാര്യത്തിൽ അറിവില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാര്യത്തിൽ നമുക്ക് സമയമില്ല, സ്നേഹമില്ല എന്നാണ്. അവർക്ക് ഡിസ്റ്റൈൻഡ് ആയിട്ടിരിക്കുന്ന സ്ഥലം ഹെല്ല. വേറെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവിന്റെ കാര്യത്തിൽ ഇഗ്നോറൻസ്. എന്തുകൊണ്ട് നമുക്ക് ഇഗ്നോറൻസ്? നമുക്ക് ലോക കാര്യങ്ങളിൽ ഒരു ഇഗ്നോറൻസും ഇല്ല. ഉണ്ടോ? ഇഗ്നോറൻസ് ഉണ്ടോ? ഇവിടെ സെൻട്രൽ ലിങ്കിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഹീബ്രൂസിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും അറിയില്ല. ഇല്ല, സെൻട്രൽ ലിങ്ക് ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിയത്തില്ല. വന്നു കഴിഞ്ഞാൽ മെഡിക്കെയർ ഉണ്ടെങ്കിൽ അത് കിട്ടും, ചില ചികിത്സയ്ക്ക് മെഡിക്കെയറിൽ നിന്ന് കിട്ടത്തില്ല, ഈ വെരിക്കോസ് വെയിൻ എന്നുള്ള ട്രീറ്റ്മെന്റ് മെഡിക്കെയർ കവർ ചെയ്യത്തില്ല. ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ മാലാഖമാരേക്കാൾ പുത്രനെ താഴ്ത്തി എന്ന് പറയാൻ കാരണം എന്ത് പോകും? പാവമൊന്നുമല്ല, അത് എഴുതി വെച്ചിട്ടുണ്ട് 2-ാം അധ്യായത്തില്. അതിന്റെ 9ാം സെന്റൻസ് 2:9 എന്ന് വായിച്ചപ്പോ, അല്ല 7 തുടങ്ങി. നീ അയാളെ മാലാഖമാരേക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി സൃഷ്ടിച്ചിരിക്കുന്നു, മാനത്താലും മഹത്വത്താലും നീ അയാളെ കിരീടമണിയിച്ചിരിക്കുന്നു. എല്ലാം അയാളുടെ കാൽ ചുവട്ടിൽ വെച്ചിരിക്കുന്നു. എല്ലാം അയാൾക്ക് കീഴ്പ്പെടുത്തിയപ്പോൾ ഒന്നും അയാളുടെ നിയന്ത്രണത്തിൽ നിന്ന് അവൻ ഒഴിവാക്കിയില്ല. ഇപ്പോഴാകട്ടെ എല്ലാം അയാൾക്ക് വിധേയമായിട്ടല്ല നാം കാണുന്നത്. എന്നാൽ ദൈവകൃപയാൽ യേശു എല്ലാവർക്കും വേണ്ടി മരിക്കാൻ അല്പകാലത്തേക്ക് മാലാഖമാരേക്കാൾ താഴ്ത്തപ്പെട്ടെങ്കിലും മരണത്തിന് വിധേയനാകിയാൽ മഹിമയും ബഹുമാനവും കൊണ്ട് കിരീടം ചൂടിയിരിക്കുന്നതായി നാം കാണുന്നു. അതായത് മാലാഖമാർക്ക് മരണമില്ല, പക്ഷെ യേശു മരിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഇൻ ദാറ്റ് ആസ്പെക്ട് ഹി വാസ് ലോവർ ദാൻ ദി ഏഞ്ചൽസ്. അല്ലെങ്കിൽ മാലാഖമാരേക്കാൾ അല്പം താഴ്ന്നവനായിട്ട് യേശു ഇവിടെ വന്നു. കാരണം മരണത്തിന് വിധേയനായി. ഇതൊക്കെ നമ്മൾ അറിഞ്ഞേ പറ്റൂ. എന്തുകൊണ്ടും യേശു ഇവിടെ വന്ന മാലാഖമാരേക്കാൾ താഴ്ന്നവൻ എഴുതിയിരിക്കുന്നു. കാരണം മരണത്തിന് വിധേയനായിരിക്കാലും നമുക്കിത് അറിയില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അറിവില്ലാത്തതിന്റെ ഉള്ള റീസൺ കർത്താവിനെ നമ്മൾ സ്നേഹിക്കാത്തതുകൊണ്ടാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവർക്കുള്ള സ്ഥലം എവിടാ? 1 Corinthians 16:22 എന്ന് വായിച്ചു പോകും. കർത്താവിനെ സ്നേഹിക്കാത്തവർക്കുള്ള സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. 1 Corinthians 16:22 കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അത് ഇംഗ്ലീഷിലാണ് ലെറ്റ് ഹിം ബി ഡാംഡ് എന്നാണ്. ഡാംഡ് എന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതിന്റെ ഒരു റീസൺ കർത്താവിനെ സ്നേഹിക്കാത്തതുകൊണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്, അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ എന്തുകൊണ്ട് ക്രിസ്തു ദൈവം തന്നെ ആയിരുന്നു. പിതാവ് പുത്രനെ ദൈവം എന്ന് വിളിക്കുന്നു. പിന്നെ അതിൽ നമ്മൾ 102-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചു. പക്ഷേ
അതിൻ്റെ 10 തുടങ്ങിയുള്ള സ്ഥലം. അവൻ വീണ്ടും അരുൾ ചെയ്യുന്നു, കർത്താവെ, നീ ആദിയിൽ ഭൂമിക്ക് അസ്ഥിവാരമിട്ടു, ആകാശങ്ങൾ നിന്റെ കരങ്ങളുടെ സൃഷ്ടിയാണ്. അവ നശിക്കും, പക്ഷേ നീ നിലനിൽക്കും. വസ്ത്രം പോലെ അവർ ജീർണിക്കും, മേലങ്കി പോലെ അവ നീ ചുരുട്ടിയെടുക്കും, അവ മാറ്റിക്കളയും. നീയോ മാറ്റമില്ലാത്തവനാണ്, നിന്റെ വത്സരങ്ങൾ അവസാനിക്കുകയില്ല. എന്നാൽ ഏതെങ്കിലും മാലാഖയോട് എപ്പോഴെങ്കിലും അവൻ ഇങ്ങനെ അരുൾ ചെയ്തിട്ടുണ്ടോ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം എൻ്റെ വലതു ഭാഗത്തിരിക്കുക. രക്ഷ പ്രാപിക്കുന്നവരെ സേവ ചെയ്യാൻ അയക്കപ്പെട്ട ശുശ്രൂഷകരായ അരൂപികളല്ലേ മാലാഖമാർ. ഇത് നമ്മൾ ചിന്തിച്ചതാണ്. അതായത് വരാനിരിക്കുന്ന ലോകത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മാലാഖമാർക്കല്ല, റെഡീംഡ് സെയിൻസിനാണ്. ആ റെഡീംഡ് സെയിൻസിനെ സെർവ് ചെയ്യുന്നവരാണ് മാലാഖമാർ. 2:5 നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചാൽ, നാം സംസാരിക്കുന്ന വരാനിരിക്കുന്ന ലോകത്തെ മാലാഖമാർക്കല്ലല്ലോ ദൈവം കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ പരിഗണനയ്ക്ക് അർഹനാകാൻ മാത്രം മനുഷ്യൻ എന്താണ്, അല്ലെങ്കിൽ നീ താല്പര്യപ്പെടത്തക്കവണ്ണം മനുഷ്യപുത്രൻ എന്താണ്. 8-ാം സങ്കീർത്തനം 8:4-6 വായിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നതല്ല. 8-ാം സങ്കീർത്തനം അതിന്റെ 4 തുടങ്ങി 6 വരെ വായിക്കുമ്പോൾ അപ്പൊ ഒന്ന് വായിക്കുക. 8-ാം സങ്കീർത്തനം 4-6. നിന്റെ പരിഗണനയ്ക്ക് അർഹനാവാൻ മാത്രം മനുഷ്യൻ എന്താണ്, നീ താല്പര്യപ്പെടത്തക്കവണ്ണം മനുഷ്യപുത്രൻ എന്താണ്. എന്നിട്ട് നീ അയാളെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി സൃഷ്ടിച്ചിരിക്കുന്നു. മാലാഖമാരെക്കാൾ എന്നാണ്. അപ്പൊ ഇതില് അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മനുഷ്യൻ മരണത്തിന് വിധേയനായിരിക്കാൻ ഈ മരിച്ച് റെഡീംഡ് ആയിട്ട് അല്ലെങ്കിൽ റിസറക്ഷൻ പ്രാപിക്കുന്നിടം വരെ ഓഫ് കോഴ്സ് മാലാഖമാരെയൊക്കെ താഴ്ന്ന പൊസിഷനാണ്. കാരണം മരണത്തിന് വിധേയനാണ്. അത് കഴിഞ്ഞിട്ട് ആ മരണം ആകുന്ന ശത്രുവിനെ എങ്ങനെ കീഴടക്കി എന്നുള്ളത് കീഴോട്ട് നമ്മൾ വായിക്കുന്നത്. 8-ാം സെന്റൻസിൽ നീ എല്ലാം അയാളുടെ കാൽച്ചുവട്ടിൽ വച്ചിരിക്കുന്നു, എല്ലാം അയാൾക്ക് കീഴ്പ്പെടുത്തിയപ്പോൾ ഒന്നും അയാളുടെ നിയന്ത്രണത്തിൽ നിന്ന് അവൻ ഒഴിവാക്കിയില്ല. അപ്പൊ ദൈവം, നമുക്കറിയാം, സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാറ്റിനെയും മനുഷ്യന്റെ കാൽച്ചുവട്ടിലാക്കിയതായിരുന്നു. പക്ഷെ ഇപ്പൊ കാൽച്ചുവട്ടിൽ നിന്ന് എല്ലാം പോയി, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ. എല്ലാം അയാൾക്ക് കീഴ്പ്പെടുത്തിയപ്പോൾ ഒന്നും അയാളുടെ നിയന്ത്രണത്തിൽ നിന്ന് അവൻ ഒഴിവാക്കിയില്ല. അത് ആദ്യത്തെ സൃഷ്ടിച്ചപ്പോഴുള്ള കണ്ടീഷനായിരുന്നു. ഇപ്പോഴാകട്ടെ എല്ലാം അയാൾക്ക് വിധേയമായിട്ടല്ല നാം കാണുന്നത്. നോക്ക്, ഇപ്പൊ എല്ലാം വിധേയമായിട്ടാണ്. ഒരു സിംഹത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് എല്ലാം പറ്റും? ചെല്ലാൻ പറ്റത്തില്ല. ഈവൻ ഒരു മുതലയുടെ മുമ്പിൽ ചെല്ലാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാം വിധേയമായിട്ടല്ല. കാരണം മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ മില്ലേനിയത്തില് പുതിയ ആകാശം പുതിയ ഭൂമി എല്ലാം മില്ലേനിയം 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് എഴുതിയേക്കുന്നത്, സിംഹം പുല്ല് തിന്നും, അണലിയുടെ വിഷം നീങ്ങിപ്പോവും. അങ്ങനെ ഇതിനൊന്നും അണലിക്ക് വിഷമില്ലായിരുന്നു, പാപം ചെയ്തപ്പോൾ വന്നതാണ്. സിംഹം കാർണിവോറസ് ആയിരുന്നില്ല, അത് കാർണിവോറസ് ആയി, അല്ലെങ്കിൽ മറ്റുള്ളതിനെ കൊന്നു തിന്നുന്ന. ഇനി അത് മാറിയിട്ട് സിംഹം പുല്ല് തിന്നും, അണലിയുടെ വിഷം ഇല്ലാതായി തീരും, കൊച്ചു കുഞ്ഞ് അണലിയുടെ വായിൽ കൈയിടുന്നതിനെ കുറിച്ച് എഴുതിയേക്കുന്നതാ. അപ്പോൾ ഇത് ഇപ്പൊ ഈ എല്ലാം വിധേയമായിരുന്ന അവസ്ഥ മനുഷ്യൻ നഷ്ടപ്പെടുത്തി. 9-ാം സെന്റൻസ്, എന്നാൽ ദൈവകൃപയാൽ യേശു എല്ലാവർക്കും വേണ്ടി മരിക്കാൻ അല്പകാലത്തേക്ക് മാലാഖമാരെക്കാൾ താഴ്ത്തപ്പെട്ടെങ്കിലും മരണത്തിന് വിധേയനാകിയാൽ മഹിമയും ബഹുമാനവും കൊണ്ട് കിരീടം ചൂടിയിരിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ കർത്താവ് അല്പകാലത്തേക്ക് മരണത്തിന് സബ്ജക്റ്റഡ് ആയിട്ട് വന്നു, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കർത്താവിന്റെ കണ്ടീഷൻ എന്താ? ആ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് വീണ്ടും ആരോഹണം ചെയ്തു, അല്ലെങ്കിൽ എല്ലാറ്റിനെയും വീണ്ടും അവന്റെ കാൽ കീഴിലാക്കി. ആ റെഡീംഡ് സെയിൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇന്ന് ഉപവിഷ്ടനായിരിക്കുക. നമ്മൾ എഫേസ്യൻ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എഫേഷ്യൻസ് ചാപ്റ്റർ 2 അത് 20 തുടങ്ങി വായിക്കുമ്പോൾ പൗലോസ് വായിക്കും 1:20. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തിരുത്തി ക്രിസ്തുവിലൂടെ ഈ മഹാശക്തി അവൻ പ്രകടമാക്കി. അങ്ങനെ ഈ യുഗത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ഭരണത്തിനും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും എല്ലാ ആധിപത്യത്തിനും വിളിക്കപ്പെടാവുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി ക്രിസ്തുവിനെ വാഴിച്ചു. ദൈവം എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ കാൽ കീഴിലാക്കി. സർവോപരി അവനെ സഭയുടെ ശിരസ്സാക്കി.
സഭ അവന്റെ ശരീരമാണ്. എല്ലാറ്റിലും എല്ലാം പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയാണ്. എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ കാൽക്കീഴിലാക്കി. അപ്പോൾ ഈ ഹീബ്രൂസ് 2 നമ്മൾ വരുമ്പോൾ ഈ കർത്താവ് അല്പകാലത്തേക്ക് മരണത്തിന് വിധേയനാക്കി, മാലാഖമാരേക്കാൾ താഴ്ന്നവനാക്കി, എന്നാൽ മരിച്ച് മഹിമ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാറ്റിനെയും അവന്റെ കാൽക്കീഴിലാക്കി. അപ്പോൾ ഈ റെഡീംഡ് സെയിൻസ് എന്ന് പറയുന്നത് സഭയുടെ അംഗങ്ങളായിരിക്കാല് ആ സഭയുടെ ഹെഡ് കർത്താവ് ആയിരിക്കുന്നതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ലോകത്തില് ഈ നമ്മുടെ കാൽക്കീഴിലാക്കും ദൈവം എല്ലാറ്റിനെയും. റെഡീംഡ് സെയിൻസിന്റെ ഫ്യൂച്ചറിന്റെ റെപ്രസെന്റേറ്റീവാണ് കർത്താവ്. അപ്പോൾ കർത്താവിനെ എല്ലാറ്റിനെയും ക്രിസ്തുവിന്റെ കാൽക്കീഴിലാക്കി എല്ലാം. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് മാലാഖമാരേക്കാൾ താഴ്ത്തപ്പെട്ടെങ്കിലും മരണത്തിന് വിധേയനാകിയാൽ മഹിമയും ബഹുമാനവും കൊണ്ട് കിരീടം ചൂടിയിരിക്കുന്നതായി നാം കാണുന്നു. അതാ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടത്. എല്ലാറ്റിനെയും വീണ്ടും അവന്റെ കാൽക്കീഴിലാക്കി ദൈവം. 10ാം സെന്റൻസിൽ എല്ലാം ആർക്കു വേണ്ടി ആരിലൂടെ നിലനിൽക്കുന്നുവോ, ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വായിക്കുന്നത് അവൻ മുഖാന്തരം എല്ലാം ഉണ്ടായി, അവന് വേണ്ടി എല്ലാം ഉണ്ടായി, എല്ലാം അവന് വേണ്ടിയിട്ടാണ്. എല്ലാം ആർക്കു വേണ്ടി ആരിലൂടെ നിലനിൽക്കുന്നുവോ ആ ദൈവത്തിന് അനേകം പുത്രന്മാരെ മഹിമയിലേക്ക് നയിക്കുമ്പോൾ ആ രക്ഷയുടെ നായകനെ സഹനത്തിലൂടെ സമ്പൂർണ്ണരാക്കുക എന്നത് സമുചിതമായിരുന്നു. അടുത്ത സെന്റൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. പവിത്രീകരിക്കുന്നവൻ കർത്താവാണ്. പവിത്രീകരിക്കുന്നവനും പവിത്രീകരിക്കപ്പെടുന്നവർക്കും അത് നമ്മളാണ്. ഒരേ മൂലമായതുകൊണ്ട് ദൈവമാണ് അവരുടെ മൂലം, ഒരേ മൂലമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവരെ സഹോദരർ എന്ന് വിളിക്കാൻ യേശു ലജ്ജിക്കാത്തത്. കാരണം പവിത്രീകരിക്കുന്ന കർത്താവിനും പവിത്രീകരിക്കപ്പെടുന്ന നമ്മുടെയും എല്ലാറ്റിന്റെ മൂലം ദൈവമാണ്. അതുകൊണ്ട് നമ്മളും കർത്താവും നമ്മളും ഒരേ പിതാവിന്റെ മക്കളായിരിക്കാല് നമ്മളെ സഹോദരർ എന്ന് വിളിക്കാൻ കർത്താവ് ലജ്ജിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് ലജ്ജിക്കാത്തത്. അവൻ അരുൾ ചെയ്യുന്നു, ഞാൻ നിന്റെ നാമം എന്റെ സഹോദരരോട് ഉദ്ഘോഷിക്കും, സഭാമധ്യേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. Psalm 22 വേഴ്സ് 22 വായിക്കുമ്പോൾ ഭാവം വായിക്കും. എന്റെ സഹോദരനോട് നിന്റെ നാമത്തെ കുറിച്ച് ഞാൻ പറയും, സമൂഹ മധ്യത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കും. അതെ, അത് മതി. അപ്പൊ അതില് ഇതെല്ലാം മിശിഹ പ്രവചനാണ്. 22ാം സങ്കീർത്തനം നമുക്കറിയാം തുടങ്ങുന്നത് തന്നെ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. അത് മുഴുവൻ മിശിഹ സങ്കീർത്തനാണ്. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളാണ് കർത്താവിന്റെ മരണം, ക്രൂശീകരണം, ഉയർപ്പ്, അതിൽ നിന്ന് റെഡീംഡ് ആകുന്ന സെയിൻസ് ചെയ്യുന്ന കാര്യങ്ങള്. ആ Psalm 22 എന്ന് എടുത്താല് Psalm 22-ന്റെ ആദ്യത്തെ വേർഡ് കർത്താവ് ക്രൂശി കിടന്നുകൊണ്ട് പറഞ്ഞ തിരുമൊഴിയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. എന്നിട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ 18ാം സെന്റൻസിൽ എന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിടുന്നു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ നറുക്കിടുന്നു. നമുക്കറിയാവുന്ന കാര്യം, കർത്താവിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രൊഫസീസ് അത് മുഴുവൻ. എന്നിട്ട് 22ാം സെന്റൻസിൽ എന്റെ സഹോദരരോട് നിന്റെ നാമത്തെ കുറിച്ച് ഞാൻ പറയും. നമ്മുടെ സഹോദരർ നമ്മളാണ് സഹോദരർ. നമ്മൾ സഹോദരർ എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം പവിത്രീകരിക്കുന്ന കർത്താവിനും പവിത്രീകരിക്കപ്പെടുന്നവർക്കും ഒരേ മൂലമായതുകൊണ്ടാണ് കർത്താവ് നമ്മളെ സഹോദരൻ എന്ന് വിളിക്കുന്നത്. എന്റെ സഹോദരരോട് നിന്റെ നാമത്തെ കുറിച്ച് ഞാൻ പറയും, സമൂഹ മധ്യത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കും. അതായത് ചർച്ചയായിട്ട് കൂടി വരുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നതിന് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ചിന്തിച്ചതാ, പത്രോസ് ജയിലിലായപ്പോ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോ യാക്കോബ് കൊല്ലപ്പെട്ടത് പ്രാർത്ഥിക്കാണ്ടാണോ നമുക്കറിയില്ല, എഴുതാപ്പുറം വായിക്കരുത്. അറ്റ് ദി സെയിം ടൈം പത്രോസ് ജയിലിലായി, പിറ്റേ ദിവസം പത്രോസിനെ ഹെറോദോസ് കൊല്ലും. പക്ഷെ സഭ ഇളവില്ലാതെ പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്ന പത്രോസ് അത്ഭുതകരമായിട്ട് വിടുവിക്കപ്പെട്ട് മർക്കോസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെല്ലാം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാല്, നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലെന്നല്ല. പക്ഷെ നമ്മൾ വായിക്കുന്നത് മാത്യു ചാപ്റ്റർ 18 നമ്മൾ വായിക്കുന്നത് 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. ഈ ഭൂമിയിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ട് ഒരു കാര്യം ചോദിച്ചാൽ എന്റെ സ്വർഗീയ പിതാവ് അത് തള്ളിക്കളയുന്ന പ്രശ്നമില്ല. അപ്പൊ നമ്മൾ സഭയായിട്ട് കൂടി വരുന്നതിന് ഇത് വചനപ്രകാരം കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ദേ ഹാവ് കം ടുഗദർ വിത്ത് 1 അക്കോർഡ്. 2 അക്കോർഡായിട്ടല്ല, 1 അക്കോർഡായിട്ടല്ല വരുന്നെങ്കിൽ ദൈവം ചെയ്യുന്നത് എന്താ? അപ്പൊ കൊറിന്ത സഭയില് അവര് ഏകഹൃദയം അല്ലായിരുന്നു. അവർ ദരിദ്രരെ ഗവനിച്ചില്ല, അവര് കാത്തിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? 1 അക്കോർഡ് അല്ലാത്തവരെ ദൈവം മാറ്റി കളഞ്ഞിട്ട് 1 അക്കോർഡ് ഉള്ളവരെ ശേഷിപ്പിച്ചു. ദൈവത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ട് നമ്മൾ ഏത് സഭയിൽ പോയാലും ആ സഭയായിട്ട് ഹൃദയത്തിൽ ഏകാത്മാവ് അല്ലെങ്കിൽ there is nothing wrong in quitting a church. At the same time ഒരു സഭയിൽ ഏകാത്മാവ് അല്ലാതിരുന്നാൽ
ദൈവം ചിലപ്പോൾ ഡെഡ് ഓർ എലൈവ് ആയിട്ട് സഭയിൽ നിന്ന് നീക്കിക്കളയും. ദൈവത്തിന്റെ പ്രവർത്തന പക്ഷേ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവം തലമുറകളിലൂടെ ചെയ്തിട്ടുണ്ട്, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന സഭാ സമൂഹത്തില് ദൈവത്തെ സ്തുതിച്ചു. എന്നിട്ട് കീഴോട്ട് നമ്മൾ ആ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ അതിന്റെ 27 തുടങ്ങി വായിക്കുമ്പോൾ ഇതുണ്ട്: ലോകത്തിന്റെ അറുതികളെല്ലാം കർത്താവിനെ അനുസ്മരിച്ച് അവനിലേക്ക് തിരിയും. ജനതകളിലെ എല്ലാ കുടുംബങ്ങളും അവന്റെ മുമ്പാകെ ആരാധന അർപ്പിക്കും. കാരണം രാജ്യത്വം കർത്താവിനുള്ളത്. ഇത് കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന റിസൾട്ടുകൾ എഴുതിയേക്കുന്നത്. അതായത് ജനതകളെല്ലാം കർത്താവിനെ ആരാധിക്കും. ജനതകളിലെ എല്ലാ കുടുംബങ്ങളും അവന്റെ മുമ്പാകെ ആരാധന അർപ്പിക്കും. നമുക്കറിയാവുന്ന കാര്യം, രക്ഷ യഹൂദരിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ജാതികൾക്ക് ദൈവം കൊടുത്തു. അതവിടെ പറഞ്ഞു, ജനതകൾ കർത്താവിന് ആരാധന അർപ്പിക്കും. കാരണം രാജ്യത്വം കർത്താവിനുള്ളത്. അവൻ ജനതകളുടെ മേൽ ഭരണം നടത്തുന്നു. അതേ ഭൂമിയിലെ എല്ലാ അഭിമാനികളും അവനെ കുമ്പിടും. പൊടിയിലേക്ക് വീണു പോകുന്നവരെല്ലാം, സ്വയം ജീവൻ നിലനിർത്താൻ കഴിയാത്തവർ അവന്റെ സന്നിധിയിൽ പ്രണമിക്കും. കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് എഴുതിയേക്കുന്ന ഭാവി തലമുറകൾ അവനെ സേവിക്കും. വരും തലമുറയോട് മനുഷ്യർ കർത്താവിനെ കുറിച്ച് പറയും. അവൻ നൽകുന്ന വിമോചനത്തെക്കുറിച്ച് അവൻ അത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഇനിയും ജനിക്കാനിരിക്കുന്നവരോട് വിളംബരം ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടേക്കുന്ന കാര്യം, കർത്താവിന്റെ മഹത്വീകരണം. ജനതകൾ കർത്താവിനെ ആരാധിക്കും. എന്നിട്ട് ഭാവി തലമുറകൾ അവനെ സേവിക്കും. 30-ാം സെന്റൻസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കാനും സേവിക്കാനും വേണ്ടി സെറ്റപ്പാർട്ട് ചെയ്യപ്പെട്ട ഒരു യുണീക്ക് യഹോവ ദൈവമായിട്ടുള്ള ജനതയാണ്. ആ ഭാഗ്യപ്പെട്ട പദവിയുള്ളവരെ നമ്മൾ കർത്താവിനെ സേവിക്കുന്ന ജനതയാണ്. ലെറ്റ് us come back to Hebrews 2 മടങ്ങി വരുമ്പോൾ, ഞാൻ നിന്റെ നാമം എൻ്റെ സഹോദരനോട് ഉദ്ഘോഷിക്കും, സഭാമധ്യേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. അപ്പൊ നമ്മൾ സഭയായിട്ട് കൂടി വരുമ്പോൾ സഭാമധ്യേ കർത്താവിനെ പ്രകീർത്തിക്കുന്നതിനും കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനും ഒരു യുണീക്ക് ആയിട്ടുള്ള, ഡിഫറെന്റ് ഫ്രം അല്ലാതെയുള്ള സ്തുതികളുമായിട്ടൊരു വ്യത്യാസമുണ്ട് അതിന്. വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം അർപ്പിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് നൽകിയ മക്കളും എന്നും അവൻ പറയുന്നു. അത് ഐസയ എന്നുള്ള കോട്ടിങ് 8:18 ഇതാ ഞാനും ദൈവം എനിക്ക് നൽകിയ മക്കളും. ബാബു നോക്കിയ ഏഷ്യ പ്രവചനം 8:18 കർത്താവ് എനിക്ക് നൽകിയ സന്തതികളും ഞങ്ങളാണ് സിയോൻ പർവ്വതത്തിൽ നിവസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ഇസ്രായേലിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും. മതി. ഓക്കെ, ഇങ്ങനെ ആ ഐസയിലുള്ള ഒരു കൊച്ചു വേർഡൊക്കെ ഇവിടെ ഹീബ്രൂസിൽ എഴുതിയേക്കും. നമുക്കൊക്കെ ഇത് ഇങ്ങനെ എഴുതി കിട്ടിയില്ലേ നമുക്ക് ഒരിക്കലും അത് പറക്കിയെടുക്കാൻ പറ്റില്ല. പറ്റുമോ? ആലോചിച്ചു. ആ ഐസയിലുള്ള ഒരു കൊച്ചു വേർഡാ ഇവിടെ ഹീബ്രൂസിൽ എഴുതിയേക്കുക. ഇതാ ഞാനും ദൈവം എനിക്ക് നൽകിയ മക്കളും എന്ന് അവൻ അരുൾ ചെയ്യുന്നു. അപ്പൊ ഈ കർത്താവ് വന്നത് ഈ നാശോന്മുഖമായ ലോകത്തിൽ നിന്ന് ആൾക്കാരെ റെഡീം ചെയ്ത് പിതാവിന് വേണ്ടി ആ മക്കളാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്ന് അവൻ അരുൾ ചെയ്യുന്നു. 14-ാം സെന്റൻസിൽ മക്കൾ മാംസരക്തങ്ങളിൽ പങ്കാളികളാണ്, അതുകൊണ്ട് അവരുടെ അതേ പ്രകൃതിയിൽ അവനും ഭാഗവാക്കായി. അപ്പൊ ഈ കർത്താവ് മനുഷ്യനായിട്ട് അവതരിക്കാനുള്ള കാരണം മനുഷ്യരെ റെഡീം ചെയ്യാനാണ്. അവിടെ എഴുതിയേക്കുന്നത് മാലാഖമാരും പാപം ചെയ്തു, മനുഷ്യനും പാപം ചെയ്തു. പക്ഷെ മാലാഖമാരെ റെഡീം ചെയ്യാനായിട്ട് ദൈവം വന്നില്ല. അപ്പൊ ഈ മനുഷ്യര് മാംസരക്തങ്ങളിൽ പങ്കാളികളായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനും അതേ പ്രകൃതിയിൽ ഭാഗവാക്കായി. മക്കൾ മാംസരക്തങ്ങളിൽ പങ്കാളികളാണ്, അതുകൊണ്ടാണ് അവരുടെ അതേ പ്രകൃതിയിൽ അവനും ഭാഗവാക്കായി. അങ്ങനെ മരണത്തിന്റെ അധികാരിയെ, അതായത് സാത്താനെ, അവൻ നശിപ്പിച്ചു. ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ എല്ലാം മോചിപ്പിച്ച് അവൻ തൽപരനായത് അബ്രാഹാമിന്റെ സന്തതികളാണ്, മാലാഖമാരിലല്ല നിശ്ചയം. നമുക്കറിയാം ഈ മാലാഖമാർ പാപം ചെയ്ത് അവരെ റെഡീം ചെയ്യാനായിട്ട് ദൈവം മനുഷ്യനായി അല്ലെങ്കിൽ മാലാഖയായിട്ട് വന്നോ? മാലാഖമാരിൽ അവൻ താല്പര്യം എടുത്തില്ല. പ്രോബബിളി അതിന്റെ റീസൺ ഇതായിരിക്കും, മനുഷ്യൻ ഡിസീവ്ഡ് ആയതാ മാലാഖമാരാൽ. മാലാഖയിൽ നിന്നാണ് പാപം ഒറിജിനേറ്റ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. എന്താണെങ്കിലും മാലാഖമാരെ റെഡീം ചെയ്യാൻ ദൈവം പദ്ധതി ഇട്ടില്ല. അബ്രാഹാമിന്റെ സന്തതികളെ റെഡീം ചെയ്യാനേ ദൈവം പദ്ധതി ഇട്ടുള്ളൂ. അതിന്റെ റീസൺ അതായിരിക്കാനാണ് സാധ്യത. കാരണം ദൈവം നീതിമാനാണ്. മാലാഖമാരെ മനുഷ്യനെ പറ്റിച്ചത് ഇല്ല, പിശാചല്ലേ മനുഷ്യനെ വഞ്ചിച്ചത്. അതുകൊണ്ടായിരിക്കും മനുഷ്യനെ റെഡീം ചെയ്യാൻ ദൈവം തീരുമാനിച്ചത്. അവൻ തൽപരനായത് അബ്രാഹാമിന്റെ സന്തതികളിലാണ്, മാലാഖമാരിലല്ല നിശ്ചയം. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. മാലാഖമാരും പാപം ചെയ്തു, മനുഷ്യനും പാപം ചെയ്തു.
എന്നാൽ മാലാഖമാരെ റെഡീം ചെയ്യാൻ ദൈവം തീരുമാനിച്ചില്ല. മനുഷ്യർ റെഡീം ചെയ്യാനാണ് ദൈവം തീരുമാനിച്ചത്. അതുകൊണ്ട് അവൻ ദൈവ ശുശ്രൂഷയിൽ കാരുണ്യവാനും വിശ്വസ്തനുമായ ഒരു മഹാപുരോഹിതനായി ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ എല്ലാ പ്രകാരത്തിലും അവനെ അവന്റെ സഹോദരർക്ക് സദൃശനാക്കേണ്ടിയിരുന്നു. അവൻ പീഡിപ്പിക്കപ്പെടുകയും പ്രലോഭിപ്പിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് കഴിയും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ മാംസരക്തങ്ങളിൽ അതേ പ്രകൃതിയിൽ കർത്താവ് ഭാഗഭാക്കായി നമുക്ക് വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും കർത്താവ് ഫേസ് ചെയ്തു. ഹീബ്രൂസ് 4:15 വായിക്കുമ്പോൾ ഭാഗവതോടെ വായിക്കും. ഹീബ്രൂസ് 4:15 നമ്മുടെ ദൗർബല്യങ്ങളിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. എല്ലാ വിധത്തിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ, എങ്കിലും അവനിൽ പാപമില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. അങ്ങനെ നമുക്ക് കാരുണ്യം നേടി ആവശ്യ നേരത്ത് സഹായത്തിന് കൃപ പ്രാപിക്കാം. അതെ, അപ്പൊ ഇവിടെ നമ്മുടെ ദൗർബല്യങ്ങളിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്ക് എല്ലാവർക്കും ഓരോ പല വീക്ക്നെസ് ഉണ്ട്. പക്ഷെ ഈ വീക്ക്നെസ് എല്ലാം കർത്താവും ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പാപം ചെയ്തില്ല. അതുകൊണ്ട് നമ്മുടെ വീക്ക്നെസ്സിൽ നമ്മൾ പാപം ചെയ്യുന്നതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. അതാ ഈ ഹെബ്രായ ഗ്രന്ഥ കർത്താവ് ഒറിജിനലി പൗലോസിന്റെ ലേഖനം എന്നാണ് ഇത് ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ആരുടെയെങ്കിലും ആട്ടെ, ഇത് പറഞ്ഞിരിക്കുന്ന റീസൺ, പാപം ചെയ്യുന്നതിന് എക്സ്ക്യൂസ് ഇല്ലാത്തതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെപ്പോലെ എല്ലാ കാര്യത്തിലും കർത്താവ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രലോഭനം നമുക്ക് വന്നിരുന്നെങ്കിൽ അറിയായിരുന്നു. അപ്പൊ വിവരം ആർക്കും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പ്രലോഭനം കർത്താവിന് വന്നിട്ടുണ്ട്. പക്ഷെ കർത്താവ് പാപം ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. അങ്ങനെ നമുക്ക് കാരുണ്യം നേടി ആവശ്യ നേരത്ത് സഹായത്തിന് കൃപ പ്രാപിക്കാം. ആവശ്യ നേരം എപ്പോഴാണ്? ടൈം ഓഫ് ടെംപ്റ്റേഷൻ. അപ്പൊ നമുക്കൊരു ടെംപ്റ്റേഷൻ വരുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു ടെംപ്റ്റേഷൻ വരുന്ന സമയത്ത് കർത്താവ് ഈ ടെംപ്റ്റേഷനിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഡെഫിനറ്റ്ലി യു വിൽ നോട്ട് ഫോൾ ഇൻ ടു സിൻ. എൻ്റെ ജീവിതാനുഭവം മാത്രമല്ല, വചനം അത് തന്നെ പറയുന്നത്. പരീക്ഷിച്ച് നോക്ക്. എല്ലാ ടെംപ്റ്റേഷനുണ്ട്. ഈ ലോകത്തിൽ മുഴുവൻ ടെംപ്റ്റേഷന് പ്രലോഭനങ്ങൾ ഉണ്ടാകും, ഉണ്ടാകാതിരിക്കില്ല. എന്നാൽ ആറ് മൂലം പ്രലോഭനം ഉണ്ടാകുന്ന അവർക്ക് ഹാകഷ്ടം എന്ന് പറഞ്ഞു. പ്രലോഭനം ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രലോഭനം ഉണ്ടാകുക തന്നെ ചെയ്യുക. അറ്റ് ദി സെയിം ടൈം ഈ പ്രലോഭന സമയത്ത് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ കർത്താവേ എന്ന് കർത്താവിനോട് പറഞ്ഞു. ഡെഫിനറ്റ്ലി യു വിൽ ബി റെസ്ക്യൂഡ്. അതവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമുക്ക് കാരുണ്യം നേടി ആവശ്യ നേരത്തെ സഹായത്തിന് കൃപ പ്രാപിക്കാം. കാരണം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? കൃപ തരും അതിനുണ്ട്. കാരണം ആ കൃപ കൊണ്ട്, കർത്താവിന്റെ കരുണയോട് മാത്രമേ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ കൃപ കിട്ടാതിരിക്കുന്ന ഒരു കാരണമില്ല, അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം നമുക്ക് ഏത് പ്രലോഭനം വരുന്നോ ആ പ്രലോഭനം കർത്താവിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ടെംപ്റ്റേഷൻ വരട്ടെ, നമുക്കത് പ്രലോഭനത്തിൽ വീഴുന്നതിൻ്റെ ഒൺലി റീസൺ ഇതേ ഉള്ളൂ. നമ്മൾ കർത്താവിനോട് സഹായം യാചിക്കാറില്ല. ഈ പാപത്തിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ മാനസാന്തരപ്പെടാനാണ് പരിശ്രമിക്കാറ്. അറ്റ് ദി സെയിം ടൈം ഈ പ്രിവെന്റീവ് ആയിട്ട് കർത്താവിനോട് ചോദിക്കാറില്ലാത്തതുകൊണ്ട് മാത്രം പാപത്തിൽ വീഴുന്നത്. അല്ലെങ്കിൽ പാപത്തിൽ വീഴുന്നതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഇവിടെ എഴുതിയേക്കുന്ന 2 നമ്മൾ വായിച്ചു, നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത 2:17. അതുകൊണ്ട് അവൻ ദൈവ ശുശ്രൂഷയിൽ കാരുണ്യവാനും വിശ്വസ്തനുമായ ഒരു മഹാപുരോഹിതനായി ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ എല്ലാ പ്രകാരത്തിലും അവനെ അവന്റെ സഹോദരർക്ക് സദൃശനാക്കേണ്ടിയിരുന്നു. അവൻ പീഡിപ്പിക്കപ്പെടുകയും പ്രലോഭിപ്പിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പ്രലോഭിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് കഴിയും. കാരണം കർത്താവ് എല്ലാ ടെംപ്റ്റേഷനും ഫേസ് ചെയ്തിട്ടുണ്ട്. കർത്താവ് ഫേസ് ചെയ്യാത്ത ഒരു ടെംപ്റ്റേഷൻ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ ആരും ഒരിക്കൽ പറയരുത് കർത്താവ് കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ടെംപ്റ്റേഷൻ ഒന്നും കർത്താവ് ഫേസ് ചെയ്തിട്ടില്ല. അത് ഫേസ് ചെയ്തിട്ടുണ്ട് പോകും. അപ്പൊ കർത്താവിനെ സഹായിക്കാൻ പറ്റുമോ? ഇപ്പൊ ഭാര്യ മുഖാന്തരം ഒരു പ്രലോഭനം വരുക, കർത്താവിനെ സഹായിക്കാൻ പറ്റുമോ? റീസ് മീൻസ് ഓക്കെ, ഇപ്പൊ ഭാര്യ പാപത്തിന് അല്ലെങ്കിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഭാര്യ പ്രൊവോക്കേറ്റീവായിട്ട് സംസാരിച്ചൊരു ഔട്ട് ബേഴ്സ്റ്റ് ഓഫ് ആങ്കർ വന്നു. ആ സിറ്റുവേഷൻ കർത്താവ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ കർത്താവിനെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത്, അതായത് ഈ പാപങ്ങളെ എന്താ പറയുന്നത്, പല ഹെഡിൽ തിരിച്ചിട്ടുണ്ട്. കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം. ഇത് ഈ 3 ഹെഡിങ്ങിന്റെ അണ്ടറിലുള്ളത്. ഭാര്യ മുഖാന്തരാണേലും ഭർത്താവ് മുഖാന്തരാണേലും മക്കൾ മുഖാന്തരാണേലും. നോക്ക്, കർത്താവിന്റെ ജീവിതത്തില് ജോസഫ് നന്നേ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടാകണം. കാരണം കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ ജോസഫ് ഇല്ല, എൻ്റെ അമ്മയും സഹോദരന്മാരും ഉള്ളൂ.
അപ്പോൾ ഒരു 8-10 മക്കളോ 8-10 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ അത് പുലർത്താനുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കർത്താവ്. കാരണം ഹി വാസ് ദി ഫസ്റ്റ് ബോൺ, മൂത്ത മോന, അപ്പം മരിച്ചുപോയി. അപ്പൊ നമുക്ക് ഒരു കുടുംബം പുലർത്തുന്നതിന്റെ അതിന്റെ പ്രാരാബ്ദമൊക്കെ കർത്താവ് വഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 8-10 7 യാക്കോബ്, യോസേഫ്, യൂദാ, ശിമിയോൻ 2 സഹോദരിമാര്, മിനിമം 2, അപ്പൊ 4 2 6, മറിയം 7, കർത്താവ് 8 പേരുള്ള ഒരു കുടുംബത്തെ തീറ്റി പുലർത്തിയിട്ടുണ്ട് കർത്താവ്. അപ്പോൾ ഇങ്ങനെയുള്ള അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ജോസഫ് മരിച്ചു പോകാൻ കാരണം. എല്ലാ കാര്യത്തിലും കർത്താവ് മാതൃകയാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കുടുംബത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് കർത്താവ് എല്ലാ കാര്യത്തിലും കർത്താവ് മാതൃകയാകേണ്ടതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് അവൻ എല്ലാ കാര്യത്തിലും പീഡിപ്പിക്കപ്പെടുകയും പ്രലോഭിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ കർത്താവിൻ്റെ അടുത്തോട്ട് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ട്. അവൻ നിന്നെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ. അല്ലെങ്കിൽ എന്ത് ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയറിൽ കർത്താവ് ജീവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സഹോദരന്മാർ കർത്താവിനോട് അനുകൂലമല്ലായിരുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധക്കാർ, സ്വന്തക്കാർ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹം അല്ലാത്ത അല്ലെങ്കിൽ സപ്പോർട്ടിങ് അല്ലാത്ത സിറ്റുവേഷനിലും കർത്താവ്, ശരി ചേട്ടനനിയന്മാര് ആത്മീയരല്ലാത്തതുകൊണ്ട് കർത്താവ് പാപം ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യ വിശ്വാസത്തിലല്ല, ഭർത്താവ് വിശ്വാസത്തിലല്ല, ബന്ധക്കാർ വിശ്വാസത്തിലല്ല, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ഒരു ക്രിസ്ത്യൻ ലൈഫിന്. കാരണം എല്ലാ കാര്യത്തിലും അവൻ പ്രലോഭിപ്പിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമുക്കൊരു പാപത്തിന് പ്രലോഭനം വരുമ്പോൾ ക്യാൻ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. കർത്താവിനോട് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നു. 100% ഐ ക്യാൻ ഗ്യാരണ്ടി ആ പാപത്തിൽ വീഴേണ്ടി വരില്ല, ഉറപ്പായിട്ടും. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ മോശയെ കുറിച്ച് എഴുതിയേക്കുന്ന പോലെ ഹീബ്രൂസ് 11 11:25 പാപത്തിന്റെ ക്ഷണിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനം സഹിക്കുന്ന മർദ്ദനത്തിൽ പങ്കാളിയാകാൻ അയാൾ ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ ചൊല്ലി സഹിക്കുന്ന നിന്ന ഈജിപ്തിലെ നിധികളെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് അയാൾ കരുതി. കാരണം പ്രതിഫലത്തിൽ അയാൾ കണ്ണു നട്ടിരുന്നു. മതി. അപ്പൊ ഇവിടെ നമ്മള് ഈ പ്രലോഭന സമയത്ത് കർത്താവിനോട് സഹായം ചോദിക്കില്ല. കാരണം എന്താ എഴുതിയിട്ടുണ്ട്. അതായത് ഈ പാപത്തിന് പ്രലോഭനം വരുമ്പോ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ ജനറലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പാപം ചെയ്തിട്ട് കർത്താവിനോട് ക്ഷമ ചോദിക്കാനാണ്. അപ്പൊ പാപത്തിന്റെ സുഖം കിട്ടി, പാപപ്രതിയും കിട്ടി, അപ്പൊ നത്തിങ് ഈസ് ലൂസിങ്. അപ്പോ അതുകൊണ്ടാണ് പാപത്തിൽ വീഴുന്നത്. കാരണം കർത്താവിനെ കുറിച്ച് എഴുതിയേക്കുന്നത് ഹീബ്രൂസ് 5:7 വായിച്ചപ്പോ ഹീബ്രൂസ് 5:7 യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവന് നിലവിളിയോടും കണ്ണീരോടും കൂടി പ്രാർത്ഥനകളും യാതനകളും സമർപ്പിച്ചു. അവന്റെ ഭയഭക്തി മൂലം അവനെ ശ്രവിച്ചു. മതി. അപ്പോ അവൻ പുത്രനെങ്കിലും തന്റെ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. ഇവിടെ സഹനം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു ഡിസൊബേ ചെയ്തു, അതിനൊരു ശിക്ഷ കിട്ടി, പിന്നെ അനുസരണത്തിൽ വന്നെന്നുള്ളതല്ല. കാരണം പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാമും ജഡത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് ക്രിസ്തുവിന്റെ അതേ മനോഭാവം ആം യുവർ സെൽഫ് വിത്ത് ദി സെയിം ആറ്റിറ്റ്യൂഡ് അവൻ എന്ത് ചെയ്തെന്ന നമ്മൾ വായിക്കുന്നല്ലേ 1 Peter 4 എന്തായാലും ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ളത് നമ്മൾ ഓർത്തേ പറ്റൂ. 4:1 തുടങ്ങി വായിക്കുമ്പോ ക്രിസ്തു ശാരീരികമായി പീഡ അനുഭവിച്ചതിനാൽ നിങ്ങളും അതേ മനോഭാവം ആയുധമായി ധരിക്കുക. കാരണം ശാരീരികമായി പീഡ അനുഭവിച്ചവൻ ശാരീരികമായി ശേഷിക്കുന്ന കാലം മാനുഷിക മോഹങ്ങൾക്ക് ഒട്ടും വശംവദനാകാതെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ പാപത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അതെ, ഇവിടെ പറഞ്ഞേക്കുന്നത് ക്രിസ്തു ശാരീരികമായി പീഡ അനുഭവിച്ചതിനാൽ ഇത് കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചേ അല്ല. നിങ്ങളും അതേ മനോഭാവം ആയുധമായി ധരിക്കുക. കാരണം ശാരീരികമായി പീഡ അനുഭവിച്ചവൻ ശാരീരികമായി ശേഷിക്കുന്ന കാലം മാനുഷിക മോഹങ്ങൾക്ക് ഒട്ടും വശംവദനാകാതെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ പാപത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഈ പീഡ എന്ന് പറയുന്നത് പാപത്തിനുള്ള പ്രലോഭനം. അതായത് നമുക്കൊരു ലാഭം ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ, അത് വേണ്ടാന്ന് വെക്കുമ്പോൾ ഇത്തിരി ചേർത്ത് ക്രൂശിച്ചേ പറ്റും. സെയിം വേ പാപത്തിന് പ്രലോഭനം ഉണ്ടാകുന്ന ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു ലോകത്തിലൊരു എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ എന്താ പറയുന്നത്, വെള്ളം കുടിക്കാൻ ആർക്കും ടെംപ്റ്റേഷൻ, ദാഹിച്ചിരിക്കുമ്പോൾ ഓഫ്കോഴ്സ് വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ടെംപ്റ്റേഷൻ വരുന്ന എപ്പോഴാണ്?
തീർച്ചയായിട്ടും അതവിടെ എഴുതിയേക്കുന്നത്. ഈ മോഹമുള്ള കാര്യങ്ങളിൽ മാത്രമേ പിശാചിനെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റൂ, അല്ലേ? കർത്താവ് ഉപവസിച്ച് 40 ദിവസമായി വിശന്നിരുന്നപ്പോഴാണ് ഈ കല്ലുകളോട് അപ്പാകാൻ പറഞ്ഞത്, അല്ലേ? അതേസമയം നമ്മളൊരു നല്ല സദ്യ കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് ഭക്ഷണം കാണിച്ച് നമ്മളെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു പ്രത്യേക പാപത്തിൽ ടെംപ്റ്റേഷൻ വരുന്നു എങ്കിൽ നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും ടെംപ്റ്റേഷൻ വരുന്നത്. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ ടെംപ്റ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ആ കാര്യത്തോട് നമുക്കൊരു ഇൻബിൽറ്റ് മോഹം അകത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും അട്രാക്ഷൻ. അപ്പോൾ അവർക്ക് ടെംപ്റ്റേഷൻ അതിലായിരിക്കും വരുന്നത്. ചിലർക്ക് ദ്രവ്യാഗ്രഹമായിരിക്കും. എന്തൊക്കെയാ പിന്നെ സാധാരണ പാപങ്ങൾ എന്തൊക്കെയാ പോകും? അതെ, ചിലർക്ക് മദ്യം കാണുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് പ്രോവേർബ്സ് 20 എഴുതിയേക്കുന്നത്, ചുവന്ന വീഞ്ഞ് കണ്ടാൽ എന്ത് ചെയ്യണം? എന്താ ചുവന്ന വീഞ്ഞ് കണ്ടാൽ എന്താ? വീഞ്ഞ് കണ്ടാൽ ആർക്കാ ടെംപ്റ്റേഷൻ ഉള്ളത്? എന്താ ചുവന്ന വീഞ്ഞ് കണ്ടാൽ എഴുതിയേക്കുന്ന പ്രോവേർബ്സ് 20 എടുക്കുമ്പോ കണ്ണി നോക്കുന്നതാണോ? പ്രോവേർബ്സ് 20 അല്ല 23 ഒന്ന് വായിച്ചു പോകും. മീൻസ് ഇതൊരു എക്സാമ്പിൾ ആട്ടോ, അല്ലാതെ വീഞ്ഞിന്റെ കാര്യം മാത്രമല്ല. അതിന്റെ 30 തുടങ്ങി വായിക്കുമ്പോ വീഞ്ഞിനധിക ദീർഘനേരം തങ്ങുന്നവർക്കും അല്ല 29 തുടങ്ങി വായിച്ചു. ആർക്കാണ് ദുരിതം, ആർക്കാണ് ദുഃഖം, ആർക്കാണ് കലഹം, ആർക്കാണ് ആവലാതി, ആർക്കാണ് അകാരണമായ മുറിവുകൾ, ആർക്കാണ് ചെമന്ന കണ്ണുകൾ. വീഞ്ഞിനധിക ദീർഘനേരം തങ്ങുന്നവർക്കും സുഗന്ധദ്രവ്യം ചേർത്ത വീഞ്ഞ് കുടിച്ചു നോക്കാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചെമന്നിരിക്കുമ്പോഴും പാനപാത്രത്തിൽ തിളങ്ങുമ്പോഴും നിർവിഘ്നം ഇറങ്ങിപ്പോകുമ്പോഴും നീ നോക്കരുത്. അതെ, അതായത് വീഞ്ഞ് ചുമന്നിരിക്കുമ്പോ എന്ത് ചെയ്തതെന്ന് നോക്കരുത്. അതായത് റെഡ് ഈസ് എന്തിന്റെ സൈനാ? ഡേഞ്ചറാ. ഇപ്പൊ ചില അച്ചായന്മാർക്ക് വീഞ്ഞായിരിക്കും റെഡ്, ചില അച്ചായന്മാർക്ക് പെണ്ണായിരിക്കും ഡേഞ്ചർ, ചില അച്ചായന്മാർക്ക് ദ്രവ്യാഗ്രഹമായിരിക്കും ഡേഞ്ചർ. അപ്പൊ എന്ത് ഡേഞ്ചർ ആണോ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നോക്കണം എന്നാണ്. നോക്കരുത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് അത് ടൈം ഓഫ് ടെംപ്റ്റേഷനാണ്. അപ്പോൾ ആർക്ക് എന്ത് ഡേഞ്ചർ ആണോ അവനവനെ ജഡ്ജ് ചെയ്യേണ്ടത്. എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്. പക്ഷെ പലപ്പോഴും ആൾക്കാർ അവനവന്റെ പ്രശ്നം ഒളിച്ചു വെക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടെംപ്റ്റേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് മോഹമുള്ള കാര്യത്തിൽ മാത്രമേ ടെംപ്റ്റേഷൻ വരത്തുള്ളൂ. പ്രത്യേക വീക്ക്നെസ് ഉള്ള ഫീൽഡിൽ ടെംപ്റ്റേഷൻ വരത്തുള്ളൂ. അതിന് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് നീ നോക്കരുതെന്ന്. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത്, അപ്പൊ കർത്താവ് എല്ലാ പ്രകാരത്തിലും ഹി വാസ് ടെംപ്റ്റഡ്. പക്ഷെ കർത്താവ് പാപം ഇല്ലാത്തതുകൊണ്ട് എന്ത് ടെംപ്റ്റേഷൻ വന്നാലും നമുക്ക് അല്പം പോലും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെവർ യു വിൽ ഫോൾ ഇൻ ടു സിൻ. ആവശ്യ നേരത്ത് ദൈവം കൃപ തരും. അപ്പൊ ഈ വീഴാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മോശ എടുത്ത തീരുമാനം നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ്. മോശ പാപത്തിന്റെ താൽക്കാലിക സുഖം അല്ലെ ലോകം തരുന്ന സുഖത്തേക്കാൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള നിന്നയ്ക്കാണ് കൂടുതൽ സുഖം എന്ന് എണ്ണി. അതെണ്ണാത്ത ആർക്കും കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ല. നെവർ. കാരണം നമ്മളെല്ലാവരും ജഡത്തിൽ വസിക്കുന്നവരാ. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ വസിക്കുന്നവരാണ്. ജഡം, ലോകം, പിശാച്, മറ്റിൽ ലാസ്റ്റ് ബ്രീത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ജഡം സന്തോഷം കൊണ്ടുവരും, ലോകം സന്തോഷം കൊണ്ടുവരും. ഈ പിശാച് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു വീക്ക് ഏജൻസിയാണ്. നമ്മൾ അനുവദിച്ചാൽ മാത്രമേ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിനകത്ത് ഈ മോശ തീരുമാനിച്ചു. ആലോചിച്ച് നോക്കും, മോശയുടെ നമ്മൾ വെറുതെ വായിച്ചു വിട്ടാൽ പോരാ. അന്നത്തെ ഏറ്റവും വലിയ പ്രതാപമുള്ള രാജ്യം ഈജിപ്റ്റ്. ആ ഫറോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള എല്ലാ സ്റ്റാറ്റസിലും ഒരു നോക്ക്. ആ ഒരു അത്ര വിഡ്ഢിയായില്ല മോശയ്ക്ക് വേണമെങ്കിൽ ആ ഒരു ജീവിതം ഭയങ്കര ഗ്ലോറിയസ് ആയിട്ട് ജീവിക്കാം. പക്ഷെ മോശയ്ക്ക് അറിയായിരുന്നു ഈ ജീവിതത്തിൽ അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചാൽ വിലപ്പെട്ടത് എനിക്ക് നഷ്ടപ്പെടുവാന്ന് മോശയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന നിന്നയാണ് ഈജിപ്തിലെ നിധികളെക്കാൾ മെച്ചപ്പെട്ടതെന്ന് മോശ എണ്ണി എന്ന് പറഞ്ഞാൽ മോശ കരുതി എന്ന് പറഞ്ഞാൽ മോശ ഒരു ഡിസിഷൻ എടുക്കുന്ന അതിൻ്റെ അർത്ഥം. മോശ തീരുമാനം എടുത്തു. എന്നിട്ട് ഫറോന്റെ പുത്രിയുടെ മകനെന്ന്
അറിയപ്പെടാതെ ആ അടിമകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അടിമകൾക്ക് വേണ്ടി പോരാടാനായിട്ട് ഇറങ്ങിച്ചെന്നു. അത് ഫെയിലായി. കാരണം സ്വന്തം ജഡം ഉപയോഗിച്ച് വിടുതൽ പ്രാപിക്കാനായിട്ട് ട്രൈ ചെയ്ത് ഫെയിലായി. ദൈവം മരുഭൂമിയിലേക്ക് 40 വർഷത്തേക്ക് കൊണ്ടുപോയി. 40 വർഷം ട്രെയിൻ ചെയ്തു. വീണ്ടും അതേ മോശ, ആ ജനം തള്ളിക്കളഞ്ഞ അതേ മോശയെ തന്നെ വിമോചകനും രക്ഷിതാവുമായിട്ട് ദൈവം കൊണ്ടുവന്നു. ആ മോശയിലൂടെ ഈജിപ്ഷ്യൻ ആർമി മുഴുവൻ മുങ്ങിച്ചെത്തു. നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തീരുമാനം നമ്മൾ എടുത്തില്ല, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതായത് ഈ ലോകത്തിന്റെ എല്ലാ ഇമ്പങ്ങളും, ലോകത്തിന്റെ സുഖം, ലോകത്തിന്റെ സൗഭാഗ്യം, ലോകത്തിന്റെ ഫ്രണ്ട്ഷിപ്പ്, ലോകത്തിന്റെ പ്ലഷർ, ഇതിനേക്കാളൊക്കെ വിലപ്പെട്ടത് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ നിന്നയായിരിക്കും. പക്ഷെ ആ നിന്നയ്ക്ക് എന്തുണ്ട്? സന്തോഷമുണ്ട്, ഇല്ലേ? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് നോക്ക്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തില് അത് വളരെ ഇമോഷണലി ഒരു ടച്ച് ചെയ്യുന്ന ഒരു വേർഡാണ്. 5-4 5:41 ഒന്ന് വായിക്കോ. യേശുവിന്റെ നാമത്തെ ചൊല്ലി അപമാനം സഹിക്കാൻ അർഹരായതിൽ ആഹ്ലാദിച്ചുകൊണ്ട് അവർ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സ്ഥലം വിട്ടു. മതി. സത്യവദ വായിക്കും. അത് ഭയങ്കര ഒരു ഇമോഷണലി ടച്ചിങ് വേർഡാണ്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായിട്ട് എണ്ണിയതിനെ കുറിച്ച് സന്തോഷിച്ചുകൊണ്ട് അവരവിടുന്ന് പോയി. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിക്കുക. കർത്താവിന് വേണ്ടി ഒരു കഷ്ടം സഹിക്കാൻ, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ, തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, തിരുനാമത്തിന് വേണ്ടി ലോകത്തിന്റെ സുഖങ്ങളെ ത്യജിക്കാൻ, ഇറ്റ്സ് എ ഫോർച്യൂൺ. അതൊരു ഭാഗ്യമാണ്. ഇതൊരു ഭാഗ്യമായിട്ട് നമ്മൾ എണ്ണിയില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. വി ആർ ജെന്റൈൽസ്. അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ അറിയാത്തവരാ, നികൃഷ്ടരായിട്ടുള്ളൊരു ജനം എന്നേ പറയാൻ പറ്റും. നമ്മൾ പാടിയിട്ട് കാര്യമില്ല. യഹോവ ദൈവമാ വിശുദ്ധ ജാതി അല്ല. യഹോവ ദൈവമാ വിശുദ്ധ ജാതിയാണെങ്കിൽ തിരുനാമത്തെക്കുറിച്ച് അപമാനം സഹിക്കാൻ, തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, തിരുനാമത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ, തിരുനാമത്തിന് വേണ്ടി വില കൊടുക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. ദാവീദ്, തിരുനാമത്തെക്കുറിച്ച് അറിയാത്ത ദാവീദ്, കർത്താവിനെ കാണാത്ത ദാവീദ് പറഞ്ഞു, എനിക്ക് നഷ്ടം വരാത്തതൊന്നും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് വായിച്ചിട്ടില്ല. അപ്പോ നഷ്ടം വരുത്തി കഷ്ടം സഹിച്ച് തിരുനാമത്തെ സേവിക്കാൻ തയ്യാറാണോ ബാബു? എങ്ങനെ? തലയാട്ടിയാൽ അത് യേശു ആകും നോയ. നമുക്ക് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് കർത്താവിന് വേണ്ടി ഒരു നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് എന്ത് സ്നേഹം നമുക്കുള്ളൂ. ഈ ഐസിയ 43 അതിന്റെ 24-ാം സെന്റൻസിൽ വായിച്ചു. നീ പണം മുടക്കി എനിക്ക് വേണ്ടി സുഗന്ധച്ചെടി കൊണ്ടുവന്നിട്ടില്ല. നിന്റെ യാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല. എന്നാൽ നീ നിന്റെ പാപങ്ങൾ എന്റെ ചുമലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നിന്റെ അപരാധങ്ങൾ കൊണ്ട് എന്നെ അസഹ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതില് വേറെ കാര്യം ചിന്തിക്കാനല്ല. 24 കർത്താവ് പറയുന്ന ഒരു കാര്യം, നീ പണം മുടക്കി എനിക്ക് വേണ്ടി സുഗന്ധച്ചെടി കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ജീവിതം എടുത്ത് നോക്കും. നമ്മള് കർത്താവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കർത്താവ് ചോദിക്കുന്നത്, നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ഭണ്ഡാരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇരുന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഭണ്ഡാരത്തിൽ ഓരോരുത്തരും ഇടുന്നത് കർത്താവ് നമ്മൾ ഭണ്ഡാരത്തിൽ ഇടുന്നത് കർത്താവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്തായിരിക്കും? ബാബു റെപ്രസെന്റേറ്റീവ് നോക്കാം. ഷെറിന് എങ്ങനെയായിരിക്കും? നമ്മൾ ഭണ്ഡാരത്തിൽ ഇടുന്നത് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് എന്തായിരിക്കും നമ്മളെ കുറിച്ചുള്ള കൺക്ലൂഷൻ? വിധവയെ കുറിച്ചുള്ള കൺക്ലൂഷൻ ആയിരിക്കും. വിധവയെ കുറിച്ച് കർത്താവ് പറഞ്ഞു, എല്ലാവരേക്കാൾ കൂടുതലായിട്ട് ആ വിധവ കിട്ടും. വിധവയെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം എന്താ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഉള്ളത് മുഴുവൻ കൊടുത്ത പിന്നെ പിള്ളേരുടെ കാര്യമാക്കി നോക്കും. അപ്പൊ അതായത് ഇത്രയേ ഉള്ളൂ. നോക്ക്, ആ വിധവ ആ ഭണ്ഡാരത്തിൽ ഇട്ടപ്പോ ഷീ സഫേർഡ്, സഹിച്ചു, കഷ്ടം സഹിച്ചു, ഉള്ളത് മുഴുവൻ കൊണ്ടിട്ടു. അതുകൊണ്ട് അവൾ പട്ടിണി കിടന്ന് മരിച്ചെന്നല്ല. മീൻസ് ഈ Proverbs 22:9 വായിക്കുമ്പോൾ, അപ്പൊ ഇവിടെ കർത്താവ് ഈ 43:24 മറക്കരുത്. നീ പണം മുടക്കി എനിക്ക് സുഗന്ധച്ചെടി കൊണ്ടുവന്നില്ല. ഈ പൈസ നഷ്ടമില്ലാതെയുള്ള സേവയൊക്കെ എല്ലാവരും ചെയ്യും. കർത്താവ് ചെയ്യില്ലേ? നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് തന്നെ പറയും, ആരാന്റെ പന്തല്ലുവാ
എന്റെ വിളമ്പ് കാണാം. അങ്ങനെ ഭയങ്കര സേവക്കാരുണ്ട് ഇഷ്ടം പോലെ ലോകത്തിൽ. നീ പണം മുടക്കി എന്നെ സേവ ചെയ്തില്ല. 22:9 ബാബു എന്ന് വെച്ചപ്പോ കാരുണ്യദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും, അയാൾ തന്റെ അപ്പം ദരിദ്രനുമായി പങ്കുവയ്ക്കുന്നു. അതെ, തന്റെ അപ്പം എന്ന് പറഞ്ഞേക്കുന്നത്, അപ്പം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് വെച്ച് മീനിങ് ഉണ്ട്. കാരണം വയറ്റത്തടിക്കുന്ന ഒരു കേസാണ്. എല്ലാവരും വയറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിക്കുന്നത്. അയാൾ തന്റെ അപ്പം മീൻസ് അവന്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ കൊടുത്ത് അവന്റെ അപ്പത്തെ ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു. അതാണ് കാരുണ്യദൃഷ്ടിയുള്ളവൻ. വിധവയുടെ കാശിനെ മാനിച്ച ദൈവം കാരുണ്യദൃഷ്ടിയുള്ളവൻ അപ്പം പങ്കുവയ്ക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഐസിയ 43:24 നമ്മൾ വായിച്ചു. നീ പണം മുടക്കി എനിക്ക് സേവ ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് വലിയ സ്തോത്രം പറയാനോ പാട്ട് പാടാനോ ഉപവസിക്കാനോ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും. പക്ഷേ അവനവന്റെ സമ്പാദ്യത്തിൽ തൊട്ടുള്ള കളി ഇല്ല എങ്കിൽ കർത്താവിന് തൊട്ടുള്ള കളി നടക്കത്തില്ല. നമ്മുടെ സമ്പാദ്യത്തെ സ്പർശിക്കാതെയുള്ള ദൈവസേവയെ ദൈവം അംഗീകരിക്കത്തില്ല. കാരണം കാരുണ്യദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും, അയാൾ തൻ്റെ അപ്പം ദരിദ്രനുമായിട്ട് പങ്കുവയ്ക്കും. അപ്പം എന്ന് പറഞ്ഞേക്കുന്നത് അവന്റെ ജീവിതത്തെ കയറി സ്പർശിച്ചു. ഇവിടെ എഴുതി നീ പണം മുടക്കി എനിക്ക് സേവ ചെയ്തിട്ടില്ല. പണം മുടക്കി സേവ ചെയ്യുന്നതിൽ ആർക്കും താല്പര്യമില്ല. പണം കിട്ടി സേവ ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ. കിട്ടും ദൈവം അനുഗ്രഹിക്കുന്നു പറയുന്നിടത്ത് ആൾക്കാർക്ക് എന്തെങ്കിലും കുറവുണ്ടോ? നഷ്ടം വരുമെന്ന് പറയുന്നിടത്തോ? അത് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കണമെങ്കിൽ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം. മീൻസ് യു ആർ ടു ഡൈ. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം അവർക്ക് വലിയ സന്തോഷമല്ലായിരുന്നു. ജോൺ ചാപ്റ്റർ 6 അവർ വലിയ സന്തോഷത്തോടെ പോയവരാ. കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു, കർത്താവ് രോഗശാന്തി കൊടുത്തു. ഇവരെല്ലാം ഉഷാറായിട്ട് കൂടെ നിന്നവരാ. പക്ഷെ വില കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവർ സ്ഥലം വിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് തന്നെ ഇവിടെ എഴുതിയത് 43:24 കർത്താവ് നീ പണം മുടക്കി എന്നെ സേവിച്ചില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി കർത്താവിനെ സേവിക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ ആരും നഷ്ടക്കാരാകത്തില്ല. അതോ ഇനി ഇവിടെ ഒന്നും കിട്ടിയില്ലേലും ശദ്രക് മേശക് അഭിനേകവ് പറഞ്ഞു ഞങ്ങളെ വിടുവിക്കാൻ ഈ ദൈവം പ്രാപ്തനാണ്. ഇനി വിടുവിച്ചില്ലേലും അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ലെറ്റ് us be thrown into the fire and be consumed for the sake of the Lord. കർത്താവിനെ നമുക്ക് സ്തുതി സ്തോത്രം നടത്തുന്ന സമയം കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി ഹൃദയം